Good morning, Wellman sir. Good morning, sir. Good morning. Good morning, GK sir. Sir, നമുക്ക് 1 മിനിറ്റുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാം. സാറിന്റെ സ്ലൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യായിരുന്നെങ്കിൽ പ്രിൻസിപ്പളിന്റെ ഒരു ഇനാഗുറൽ അഡ്രസ് കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം സ്ലൈഡ് ഞാൻ അതല്ലാതെ തന്നെ പ്രിൻസിപ്പളിനെ പിന്നെ ഇത് പിന്നെ വീഡിയോ ഓൺ ചെയ്ത് ഓട്ടോമാറ്റിക്. ഓക്കെ, പ്രസന്റേഷൻ ഓൺ ആയിരുന്നു. പ്രസന്റേഷൻ ഓൺ ആണ്. അപ്പൊ അല്ല, പ്രിൻസിപ്പൽ വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള രീതിയിൽ സംസാരിക്കാൻ. ഞാൻ വേണമെങ്കിൽ ചെയ്യാം, അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. വേണമെങ്കിൽ ഞാൻ സ്ലൈഡ് കളയും. പ്രിൻസിപ്പൽ കാണാലോ. മാഡത്തെ കാണാം. അർജുൻ സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. സാർ ചെയ്യാം. പാർവതി. Good morning to all. It gives me immense pleasure to extend you a very warm welcome on behalf of the IEDC and IQAC St. Thomas College Ranni, who has clubbed all of us for the webinar on intellectual property rights. Let's start our program with a silent prayer. Now, I would like to invite Akshaya Vijayan, Assistant Marketing Officer of IEDC, for welcome speech. അക്ഷയ ഓൺലൈൻ ഉണ്ടോ? അക്ഷയ ഓൺലൈൻ ഉണ്ട്. ഓഡിബിൾ ആകുന്നില്ല അക്ഷയ. അക്ഷയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ബിൽട്ടൺ എല്ലാവർക്കും നമസ്കാരം. ഒഫീഷ്യൽസിന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. എല്ലാവരെയും ഈ ദിവസത്തിന്റെ നല്ല ആശംസകൾ നേരുന്നു. ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് റാന്നി സെന്റ് തോമസ് കോളേജിലെ ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 2021-22 വർഷത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഇന്റേണൽ ക്വാളിറ്റി അഷ്വറൻസ് സെല്ലും കൊളാബറേറ്റ് ചെയ്ത് നടത്തുന്ന വരാൻ പോകുന്ന അക്കാഡമിക് ഇയറിലെ ആദ്യത്തെ പ്രോഗ്രാമായ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ പറ്റിയുള്ള ഒരു വെബിനാറാണ്. നമ്മുടെ കോളേജിൽ കഴിഞ്ഞ വർഷവും ഇതേ ടോപ്പിക്കിൽ അധ്യാപകർക്ക് വേണ്ടി ഒരു വെബിനാർ നടത്തിയിരുന്നു. ഇന്ന് നമ്മളിത് നടത്തുവാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാരണം ട്രേഡ് മാർക്കിനെ പറ്റി, കോപ്പിറൈറ്റിനെ പറ്റി, പേറ്റന്റിനെ പറ്റി നമ്മുടെ കുട്ടികൾക്കിടയിൽ വലിയ രീതിയിലുള്ള അവഗാഹം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയും നമ്മുടെ കുട്ടികൾ ഈ രംഗത്തേക്ക്, പ്രത്യേകിച്ച് പുതിയ ഇന്നോവേഷൻസിലൂടെ ഈ രംഗത്തേക്ക് കടന്നു വരാൻ വേണ്ടിയാണ്. ഈ പ്രോഗ്രാമിൽ ഇന്ന് അധ്യക്ഷത വഹിക്കുന്നതും ഈ പ്രോഗ്രാം ഇനാഗുറേഷൻ നടത്തുന്നതും നമ്മുടെ കോളേജിന്റെ ആരാധ്യയായ പ്രിൻസിപ്പൽ ഡോക്ടർ ഇലിയാമ്മ കുരുളാമയാണ്. ടീച്ചർ നമ്മുടെ കോളേജിലെ ഏത് പ്രോഗ്രാമിൽ വലിയ രീതിയിലുള്ള പിന്തുണയും സപ്പോർട്ടുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ, ആദരവോടെ
കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ഏലിയാമ്മ കുരുവിള മാഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഇന്ന് നമ്മളുടെ ഈ പ്രോഗ്രാമിന് വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ളത് ഡോക്ടർ വെൽമാൻ സാറാണ്. അദ്ദേഹം കാലിക്കറ്റ് ഗവൺമെന്റ് ലോ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ തന്നെ PhD-യും അതോടൊപ്പം തന്നെ LLM ഒക്കെ കരസ്ഥമാക്കിയ ഈ രംഗത്ത് തന്നെ വലിയ രീതിയിൽ ഒരു സ്കോളറായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ഡോക്ടർ വെൽമാൻ സാറിനെ വളരെ ആദരവോടെ റാന്നി സെന്റ് തോമസ് കോളേജിലേക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഇന്ന് ഈ പ്രോഗ്രാം IDC കൊളാബറേറ്റ് ചെയ്തിട്ടുള്ളത് കോളേജിന്റെ IQAC-യുമായിട്ടാണ്. ഇന്റേണൽ ക്വാളിറ്റി അഷ്വറൻസ് സെല്ലിന്റെ കോർഡിനേറ്ററും നമ്മുടെ കോളേജിലെ എല്ലാ പ്രോഗ്രാമുകൾക്കും ചുക്കാൻ പിടിക്കുന്നു ആയ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് മേധാവിയായ ഡോക്ടർ റിജി ഉടുക്കല ടീച്ചർ ഇവിടെയുണ്ട്. ടീച്ചറിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഈ കോളേജിലെ പ്രിയപ്പെട്ട അധ്യാപകർ, മറ്റു കോളേജുകളിൽ നിന്നുള്ള അധ്യാപകർ, വിദ്യാർത്ഥികൾ, IEDC-യുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, പാർട്ടിസിപ്പൻസ് എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Thank you. I would like to invite our Honorable Principal, Dr. Eliamma Kurivila Ma'am, for inaugural address. Good morning to all. Respected Chief Guest, Dr. Wellman P., Assistant Professor, Government Law College, Calicut, IEDC Coordinator, Professor Jiku James, IQAC Coordinator, Dr. Richi Udukala, Akshaya Vijayan, Varshayam, Parvati PA, colleagues, dear students. IEDC-യുടെ ആഭിമുഖ്യത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ, ധാരാളം വെബിനാറുകൾ, ഓൺലൈൻ ഓഫ്ലൈൻ വെബിനാറുകളൊക്കെ ഇവിടെ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ കുറിച്ചാണ് ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ നമ്മുടെ ഡോക്ടർ വെൽമാൻ പി സാർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഏറ്റവും ഇന്നോവേറ്റേഴ്സ്, എന്റർപ്രണേഴ്സ്, റിസർച്ചേഴ്സിനൊക്കെ ഏറ്റവും ഗുണകരമായിട്ടുള്ള, നമ്മുടെ MSc സ്റ്റുഡൻസിനും ഒക്കെ ഗുണകരമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഇതിനകത്ത് ജിക്കു സാർ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ്, പേറ്റന്റ്, ട്രേഡ് മാർക്ക് ഒക്കെ ഇതിന്റെ കീഴിൽ വരുന്നതാണ്. അതിനെക്കുറിച്ച് വെൽമാൻ സാർ നിങ്ങളോട് വിശദമായി സംസാരിക്കും. നിങ്ങൾക്കറിയാം, പേറ്റന്റ്, കോപ്പി റൈറ്റ്, പേറ്റന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് എന്തെങ്കിലും ഒരു ഇൻവെൻഷൻ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ അല്ലെങ്കിൽ ഒരു റിസർച്ചേഴ്സിനൊക്കെ പേറ്റന്റ് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. അത് ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും പേറ്റന്റിന് നല്ല കണ്ടുപിടുത്തങ്ങളൊക്കെ ആണെങ്കിൽ പേറ്റന്റിന് അപേക്ഷിക്കാം. പിന്നെ നമ്മുടെ ഈ ആറന്മുള കണ്ണാടി, അതുപോലെ മറയൂർ ശർക്കര, കോഴിക്കോടൻ അലുവ, ഈവൻ അതിന് വരെ നമുക്ക് പേറ്റന്റ് കരസ്ഥമാക്കാം. ഈ അടുത്തിടെയായിട്ട് ഒരു നിയമം ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടല്ല, ഇങ്ങനെയൊക്കെ ആറന്മുള കണ്ണാടി, അതുപോലെ മറയൂർ ശർക്കര, കോഴിക്കോടൻ അലുവ, അങ്ങനെയൊക്കെ സാധനങ്ങൾക്ക് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടല്ല പേറ്റന്റ് നടത്തുന്നത്. അത് അവരൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഫോം ചെയ്യുകയോ ചെയ്തിട്ട് അതിനാണ് പേറ്റന്റ് കൊടുക്കുന്നത്. അത് ഇത്ര 15 വർഷമോ 20 വർഷമോ 25 വർഷം, അതെങ്ങനെയാന്ന് വെച്ചാൽ അത് അനുസരിച്ച് തരും. പിന്നെ അതിന്റെ കാലാവധി കഴിയുന്നതാണ് ഈ പേറ്റന്റ്. പിന്നെ കോപ്പി റൈറ്റ്, നിങ്ങൾക്കറിയാം, റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ കോപ്പി റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും ഒക്കെ ചെയ്യുന്ന ഒരു റിസർച്ച് വേറൊരാൾക്കത് അതിന്റെ റെഫറൻസ് കൊടുക്കാതെ അത് എഴുതാൻ സാധിക്കുകയില്ല. നമ്മൾക്ക് റെഫറൻസ് കൊടുത്ത് അത് നമുക്ക് വേണേൽ നോട്ട് ചെയ്യാം, ഇന്ന പോലൊരു ഇന്നോവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന പോലൊരു ഇന്നോവേഷൻ ഉണ്ടെന്ന് നമുക്ക് അത് നോട്ട് ചെയ്യാം. അതുപോലെ കോപ്പി റൈറ്റ്. പിന്നെ ട്രേഡ് മാർക്ക്, നമുക്കറിയാം, ഇപ്പം ഭീമ ജുവലറി പോലുള്ളതിന്റെയൊക്കെ ട്രേഡ് മാർക്ക്. അപ്പം എല്ലാത്തിനും ഒരു ട്രേഡ് മാർക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അത് ചിലതൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ വരുന്നതാണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ റിസർച്ച് ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പാലിക്കേണ്ടത്, ഇതെല്ലാം നിയമത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പം ധാരാളം തീസിസ് ഒക്കെ സമർപ്പിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അത് പൈറസി അത് ചെക്ക് ചെയ്യുന്നുണ്ട്.
ഇപ്പൊ ആരുടെയൊക്കെ എന്തൊക്കെ അടിച്ചു മാറ്റി, ഇപ്പം പത്രങ്ങളിലൊക്കെ നമ്മൾ ധാരാളമായിട്ട് TV ന്യൂസിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, ഇന്ന ആളുടെ ഭാര്യമാരല്ലേ ഇന്ന ആള് ഒക്കെ ഒത്തിരി കാര്യങ്ങൾ അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി. അപ്പൊ ഇതെല്ലാം ഒരു നിയമത്തിനകത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾക്കുടെ എന്ത് ഇന്നോവേഷൻ ആണെങ്കിലും കൊള്ളാം, എന്റർപ്രണർഷിപ്പ് ആണെങ്കിലും കൊള്ളാം, അതുപോലെ തന്നെ റിസർച്ച് ആണെങ്കിലും കൊള്ളാം, എല്ലാം നിയമത്തിന് അകത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഡോക്ടർ വെൽമാൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറ് നിങ്ങളോട് വിശദമായിട്ട് സംസാരിക്കും. പിന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഒരു നല്ല നമ്മുടെ സ്റ്റുഡൻസിന് ഇപ്പൊ പ്രോജക്ട്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്കും ഇതൊക്കെ ബാധകമായിട്ടുണ്ട്. ഭാവിയിൽ നിങ്ങൾ റിസർച്ച് ഒക്കെ ചെയ്യാനും നല്ല എന്റർപ്രണേഴ്സ് ആയിട്ടും ഒക്കെ പോകുന്നവരാണ്. നിങ്ങൾക്ക് ഇതൊക്കെ നല്ല പ്രയോജനം തരുന്ന ഒരു കാര്യമാണ്. സാറിന്റെ കയ്യിൽ നിന്ന് നല്ല അറിവുകൾ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടി ഇനോഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. Thank you, ma'am. Next, I welcome our IQAC coordinator, Dr. Ranni Idikula, ma'am, for felicitation. Good morning, everybody. Honorable Principal, Dr. Ma'am, Chief Guest of the Day, Dr. Wellman, sir, IEDC Nodal Officer, Professor Chiku James, teachers and students. In this era of globalization, where there is broadening and deepening of relationships, interactions, and interdependence among people and countries, intellectual property rights is growing. The world is experiencing both the negative and positive effects of IPR. The specialty of IPR is it provides exclusive rights to the owner, be it inventions, trademarks, songs, literature. Most importantly, it has the backing of many international conventions. In fact, it is a part of International Declaration of Human Rights. While it is just to give exclusive rights of a product, it is unjust to deprive a person of his rights on grounds that he hasn't claimed patency for a product he has been regularly manufactured. India is a part of the World Trade Organization, and it's also a signatory to TRIPS. The challenge India faces, it has to create laws in accordance with TRIPS, and it also has to implement it, striking a balance between the needs of the citizens of the country and the rights of the patent holders. The main cause of concern is more than double of the applications for patency has been put forward by foreign companies compared to their Indian counterparts. Another major problem confronted by India in order to meet TRIPS agreement is the government needs to reduce or even eliminate subsidies given to its people. As we all know, in a developing country like India, subsidies play a very important role. Subsidies, in fact, are a great blessing to the people, especially when there is famine or drought, when the crop fails, especially for farmers. It's a great relief for them. But then, here we have a situation where the government has to even go to the extent of eliminating it. So there are many challenges and opportunities, but then I don't say that IPR has defects. It has opportunities also. It poses a lot of opportunities. And I'm not so competent enough to remark on that, which will be dealt in detail by our chief guest in this keynote address. I expect, so it will be really a thought-provoking address by you. Let's all own our ears to his speech. I take this occasion to appreciate the efforts taken by IEDC, led by Professor Chiku in organizing such programs. For the past few years, under his leadership, a variety of programs have been successfully initiated. College, in fact, has become really vibrant thanks to the efforts of Chiku. So I wish him and his team all success, and I expect a very fruitful and productive address today. Thank you. Thank you, ma'am.
It's a great pleasure for me to invite our chief guest of the program, who served as a research associate in Intellectual Property Center, National Law School, and also was a certified associate of Indian Institute of Bankers and is now working as an assistant professor in Government Law College, Calicut. Let's welcome Dr. Wellman, sir, for the keynote address. Thank you, Mr. Bilton. Interesting name too, for the generous introduction. Respected Principal Dr. Eliama Kurula, Dr. Jiku, Dr. Rigi, other teachers of the institution, and my dear students. It's my pleasure to be talking to the cream audience of St. Thomas College, Ranni. Thank you for the invitation, and also congratulations for the wonderful arrangements you have done. Now, I think I can directly go for the presentation now. Now, before I do that, I don't want to make this 1 hour or so, 1 hour, 1.5 hours, just a monologue wherein I will be talking and you will be listening. And this is especially so, this is going to be an online presentation, as all of you know. So don't go away, be with me, we'll travel together in the intellectual property boat and we'll successfully complete it. And if you have any doubt to clarify, if you have any question to clarify, a question to ask, or if you have any contributions to make, teachers or the students, you can just switch on. You can just switch on your audio or video, and you can just ask, or you can just contribute. Or if you feel otherwise, you can just type the questions and things in the chat box also. I may be asking some questions for the purpose of interaction. Please do interact with me so that it will be useful for this. So the next 1 hour will be like this. I've got my slides put up already. Slide ഉണ്ട്. ആ സ്ലൈഡും അതിന്റെ കൂടെ എന്റെ സംസാരവും കൂടി ചേർന്നുകൊണ്ടുള്ള ഒന്നിച്ചുള്ള ഒരു presentation ആണ് ഉദ്ദേശിക്കുന്നത്. And please do make it live and interactive. I'll try to make it as live as possible. So this is the opening remark I would like to make before I jump, before we travel together in the intellectual property boat. I think you all are ready for that. Now I've got my name there. I've got a bit different kind of a name. Good or bad, it is courtesy my father who gave me this name. My name is Wellman, and I teach in Government Law College, Calicut. I am there for the last 13-14 years. Before that, I was in bank, I was in other places. This is my 5th job, and I'm in the 14th year in the 5th job. So that's all as the introductory remark. Now let's think about intellectual property. As you can see on the slide, intellectual property rights, or for short, you can say intellectual property, or you can further shorten it, you can say IPR or IP. IPR or IP. All the four, for our purpose, for our discussion, would mean the same thing. Of course, if you go to niceties, we will be using this for the next 1 hour or so for the same thing. Intellectual property rights, intellectual property, IP or IPR. Now I've got some slides. I've got a picture now, which is visible to you now, which shows or which represents the idea of intellectual property rights. Intellectual property is a kind of property. That's not a great statement, but it's a good statement to start with. Intellectual property is a kind of property. It's a kind of asset which originates in the mind of a person. That is what the picture represents. I'll have the picture once again. Just look at the picture. ഒന്ന് ഇൻഫോർമൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കത്തണം എന്നാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. And idea originates in the mind of a person.
And if you come out with a product which is useful to the society based on this idea, an innovative idea, please do keep that in mind. Innovative ആയിട്ടുള്ള ഒരു ഐഡിയ ബേസ് ചെയ്തിട്ട് ഒരു commercially viable ആയിട്ടുള്ള സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുമായിട്ട് വരികയാണ്. You have, I have, every one of us would have intellectual property right. So this is a special kind of right, special kind of property. Property എന്ന് പറയുമ്പോൾ ഒരു അസറ്റ് ആണ്, നമുക്കൊരു വാല്യുബിൾ ആയിട്ടുള്ള തിങ് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. Let's have that as the foundational idea. ആ ഒരു ഐഡിയയുടെ ബേസിൽ നമുക്ക് ബിൽഡ് ചെയ്യും. I've got a tumbler, ഒരു പാത്രം ഉണ്ട്. Just have a look at this. I call this, or let us call this, as intellectual property system. And I would say that intellectual property is really an interdisciplinary subject. Interdisciplinary subject. I teach intellectual property in my government law college. I make presentations in NIT Calicut, where as you know, they have management and they have, of course, engineering. And I make presentations in Arts and Commerce College. And it is notable that it is not only in law colleges you have intellectual property as a paper. In some of the even engineering colleges, you have intellectual property as a paper. So intellectual property has content for almost every discipline: arts, science, law, engineering, whatever it is. And that is the reason why intellectual property is being suggested as one of the compulsory subjects for almost all disciplines. Let's understand why it is. So you will come to know about it when you look at the content of intellectual property. Let's now start looking at it. Intellectual property in the പറഞ്ഞപ്പോൾ മാഡം ഡോക്ടർ എലിയാമ്മ കുരുവിള, ഹോണറബിൾ പ്രിൻസിപ്പൽ മാഡം പറഞ്ഞത് ഒരു കണ്ടുപിടുത്തം നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ ആ രീതിയിലൊക്കെയാണ് മാഡം പറഞ്ഞത്. അതിനകത്ത് നമുക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പാറ്റന്റ് ഒക്കെ കിട്ടാനുള്ള അവകാശമുണ്ട്. സോ ദ ബേസിക് സബ്ജക്ട് മാറ്റർ, ബേസിക് മെറ്റീരിയൽ എന്ന് നമുക്ക് പറയാം. ദ ബേസിക് മെറ്റീരിയൽ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഒരു കണ്ടുപിടുത്തമാണെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ്, as you can see on the screen, it is from the area of science and technology. Science and technology area ഒരു കണ്ടുപിടുത്തമാണ്. അതുപോലെ തന്നെ മാഡം പറഞ്ഞു കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സോങ് കമ്പോസ് ചെയ്യാം, ഒരു പുസ്തകം എഴുതാം, ഒരു സിനിമ, ഒരു ഡ്രാമ, അങ്ങനെ പല മെറ്റീരിയൽസും ആകാം. അത് ആർട്സിന്റെ ഏരിയയിൽ നിന്നാണ്. സോ ദ ബേസിക് മെറ്റീരിയൽ ഓർ ദ സബ്ജക്ട് മാറ്റർ, നമ്മൾ എന്താണോ ഈ അസറ്റ് എന്ന് വിളിക്കുന്നത്, ഈ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്, ആ സംഭവത്തിന്റെ അടിസ്ഥാനം, ആ സംഭവത്തിന്റെ കണ്ടന്റ്, അത് സയൻസ് ആൻഡ് ആർട്ടാണ്. സോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഹാസ് സയൻസ് ആൻഡ് ആർട്ട് ആസ് ദ ബേസിക് മെറ്റീരിയൽ ഓർ ദ ബേസിക് ലെയർ ഓഫ് ഇറ്റ്സ് സിസ്റ്റം. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി സിസ്റ്റത്തിന്റെ ബേസിക് സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ആർട്ട്. സയൻസ് ആൻഡ് ആർട്ടിൽ നിന്നാണ് വരുന്നത്. അതിൽ 1-2 എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. ബട്ട് ദാറ്റ്സ് നോട്ട് ഓൾ. വാട്ട് യു ഡു ഇസ്, അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞതുപോലെ അതിനെ നമ്മൾ കൊമേഴ്ഷ്യലി യൂട്ടിലൈസ് ചെയ്യാം. ഒരു കണ്ടുപിടുത്തം, ഒരു ബൾബ് കണ്ടുപിടിച്ചു. ആരാണ് ബൾബ് കണ്ടുപിടിച്ചത്? എഡിസൺ കണ്ടുപിടിച്ചു. കോവിഷീൽഡ് എന്ന് പറഞ്ഞൊരു വാക്സിൻ കണ്ടുപിടിച്ചു. അതിന് നമുക്ക് ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്ത് വെറുതെ തരുന്നുണ്ടെങ്കിൽ പോലും അതിന് കാശ് കൊടുക്കണം. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി 250 രൂപ കൊടുക്കണം. ഇതെല്ലാം ഇന്നോവേഷൻസ് ആണ്. ഇതിനകത്തെല്ലാം നമ്മൾ കാണുന്നെന്ന് പറഞ്ഞാൽ ഇത് വളരെയധികം നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ട് ഒരു കൊമേഴ്ഷ്യൽ മാർക്കറ്റിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. സോ സയൻസ് ആൻഡ് ആർട്ട് ബേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദ സെക്കൻഡ് ലെയർ ഈസ് എക്കണോമിക്സ് ആൻഡ് കൊമേഴ്സ് ഇൻ ഇറ്റ്. അതിനകത്ത് അതും വരുന്നുണ്ട്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ദാറ്റ്സ് നോട്ട് ഓൾ. വെൻ യു ആർ ഡീലിംഗ് വിത്ത് എ വെരി വാല്യുബിൾ തിങ് ഇൻ എ വെരി വൈഡ് മാക്രോ ലെവൽ, കുറേയധികം സംഭവങ്ങളുടെ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും there will be problems. അതിനകത്ത് ഡിസ്പ്യൂട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ റെഗുലേഷൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും we people from law also has a hand in it, wherein you have legal rules. So ഈ ഒരു പിക്ചർ I want all the participants please have this picture in mind. സയൻസ് ആൻഡ് ആർട്ട് ആണ് ബേസിക് മെറ്റീരിയൽ. അതിന്റെ കൊമേഴ്ഷ്യലൈസേഷനെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അത് കൊമേഴ്ഷ്യലൈസേഷൻ ഡീൽ ചെയ്യുന്നതിനായിട്ടും ഈ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നതിനായിട്ടും ലീഗൽ റൂൾസും.
So this is really a multidisciplinary subject, intellectual property rights. അതിന്റെ ഒരു സിസ്റ്റത്തിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഈ ടംബ്ലർ. I hope you have this tumbler with you in your mind. If you have that, let's move with that. Jiku sir, ingane angotu poya madiyallo alle? Yes sir, sure. Ginodi. And my dear students and other participants, if you have anything to ask then and there, no problem. I don't mind. I like to have questions. I'll try to live up to your expectation. Now, in this journey of intellectual property, let us ask the question: what is intellectual property? Let's ask that question once again. So, to as an answer for that, as Principal Madam has said, intellectual property is not just one item. It has, as she has rightly put it, patent in it. Patent another. Patent മാത്രമല്ല intellectual property. Copyright ഉണ്ട്, trademark ഉണ്ട്. Madam അത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ, I would like to make the statement. Please do remember this. There are as many as 8 items. There are as many as 8 items when you say intellectual property. It is not just one item of property. It is as many as 8 items of property. Please do remember that. Now what we are going to do is, we are going to just list that out. അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ആ ലിസ്റ്റ് നമ്മളോട് ഉണ്ട്. ആ ലിസ്റ്റിൽ പോയിട്ട് നമ്മൾ ആ ലിസ്റ്റിൽ പറയുന്ന ഓരോ സംഭവം എന്താണെന്ന് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് 5-10 മിനിറ്റ് വെച്ച് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ പ്രസന്റേഷൻ. This journey of intellectual property will be that. So the first is patent. ഇത് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ലിസ്റ്റ് ഔട്ട് ആണ്. അതിന്റെ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടൊന്നുമല്ല. മാഡം ഒക്കെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ പാറ്റന്റ് ആണ്. അതുകൊണ്ട് ഇവിടെ പാറ്റന്റ് ഇട്ടിരിക്കുന്നത് മാത്രം. Patent is an intellectual property item. The second one in the list is trademark. Just have a look at this. Trademark intellectual property ആണ്. Industrial designs എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു തരം intellectual property ഉണ്ട്. Copyright is fourth one, perhaps the most popular one among intellectual property rights. Intellectual property rights ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് കോപ്പിറൈറ്റ് ആയിരിക്കാം. സെമികണ്ടക്ടർ ചിപ്പ് പ്രൊട്ടക്ഷൻ, IC ചിപ്പ് പ്രൊട്ടക്ഷൻ, മെമ്മറി കാർഡും ഒക്കെ സംഭവങ്ങൾ, ഇലക്ട്രോണിക്സിലൊക്കെ സംഭവങ്ങളുള്ള സംഭവത്തെയാണ് സെമികണ്ടക്ടർ ചിപ്പ് പ്രൊട്ടക്ഷൻ. അതിനകത്തുള്ള ഇന്നോവേഷൻ, അതിനെയാണ് നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ഐറ്റം. ആൻഡ് ദെൻ യു ഹാവ് പ്ലാന്റ് വെറൈറ്റി പ്രൊട്ടക്ഷൻ. ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കും ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, മാഡം ആറന്മുള കണ്ണാടിയും മറ്റുമൊക്കെ പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് geographical indication or GI. Please have this list so that we'll go as per this list. And obviously not the list, but the last one is trade secret. ഇങ്ങനെയുള്ള 8 item: patent, trademark, industrial designs, copyright, semiconductor chip protection, plant variety, geographical indications, and trade secret. These are the 8 items of intellectual property wherein intellectual contribution and innovation will converge and you have useful assets. We are going to understand each one of these in brief detail. So let's start with the first one. We are starting with patent. Patent has something to do with invention. My presentation will be based on the slides mainly. So I invite your attention to the slides. So the patent is related to invention. You can see the picture of a person with his invention. Can any one of these participants identify the inventor, please? The intellectual laborer, the patent holder. You can type it on type it in the chat box also. ധാരാണെന്ന് പറയാമോ? ഈ പിക്ചറിനകത്ത് കാണുന്ന ആള്, അദ്ദേഹത്തിന്റെ ഇൻവെൻഷനും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ട്. ആ ഇൻവെൻഷന്റെ ഇത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? Can somebody guess or somebody say what is the invention and who is the inventor? Who invented telephone? പറയാൻ പറ്റില്ലേ? Graham Bell. Yeah, it is Graham Bell. Thank you for the answer. It's nice. Tess and others who everyone would know that. That's a power of invention. Here, just analyze what's there. Graham Bell had an idea.
He wanted to talk to a person at a distance. So he wanted to do that. So what he did is, he has some ideas in mind, and that idea was put into practical reality by way of a product. ഒരു പ്രോഡക്റ്റിന്റെ രൂപത്തിലേക്ക് അദ്ദേഹം വരുത്തി അങ്ങനെ സംസാരിക്കാൻ പറ്റി. ഇപ്പൊ നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ട്, വളരെയധികം അഡ്വാൻസ്ഡ് ആയി നമ്മൾ. ഇവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പൊ അത് സയൻസിനെ ബേസ് ചെയ്ത്, ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. സോ അങ്ങനെയുള്ള ഒരാളോട് സംസാരിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ്, ആൻഡ് ദിസ് ഇസ് എ യൂസ്ഫുൾ പ്രോഡക്റ്റ്. സയൻസ് ആൻഡ് ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആണ്. തീർച്ചയായിട്ടും ഇതിന് കുറെ ഈ പ്രോഡക്റ്റ് കുറെ അധികം ഉണ്ടാക്കി ഇറക്കി കഴിഞ്ഞാൽ മാർക്കറ്റിൽ വലിയധികം സ്വാധീനം ഇതിനുണ്ടാക്കാൻ പറ്റും. കൊമേഴ്ഷ്യൽ വയബിലിറ്റി ഉണ്ട്, കൊമേഴ്ഷ്യൽ യൂട്ടിലിറ്റി ഉള്ളൊരു സംഭവമാണ്, വലിയ മാർക്കറ്റ് ഉള്ളൊരു സംഭവമാണ്. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത്. സോ an invention based on science and technology which has a market and it is useful to the society. അപ്പോൾ ഇതൊരു ഇന്നോവേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഇന്നോവേഷൻ, പുതുമ, അല്ലെങ്കിൽ ഒരു സാങ്കേതിക മികവിനെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ സാങ്കേതിക മികവുള്ളൊരു സംഭവം, ഇതുവരെ ആരും കണ്ടെത്താത്തൊരു സംഭവമായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ, യു ഹാവ് an intellectual property. That's the idea I want to convey. Now I've got another picture on the screen. I invite your attention to this. ഇതില് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നമ്മൾ ഒന്നിങ്ങനെ കണ്ണോടിക്കും. I wanted you to do this. നമ്മൾ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. It was just a raw rock at the beginning. Then you have a stool, then you have a better chair, wherein you have a rest. Then you have armrest also on the fourth one. Then you have a rotating thing. Then you have another thing wherein you can adjust your height and weight. Then you have all these put together of his chair. So I have 2 points to convey here. The first point I wanted to convey is, നമ്മുടെ പാറ്റന്റ് എടുക്കുന്ന ഇൻവെൻഷൻ എന്ന് പറയുന്ന ആ ഇന്നോവേഷൻ മുഴുവനായിട്ടും പുതിയതാവണം നിർബന്ധമില്ല. ഇവിടെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തതും നാലാമത്തതും ഏകദേശം ഒരുപോലെയുള്ളതാണ്, ചെയറാണ്. പക്ഷെ മൂന്നാമത്തെ ചെയറിൽ നിന്നും ഒരു ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ, മുഴുവൻ നാലാമത്തത് പുതിയൊരു ചെയർ, ഇതുവരെ ഇല്ലാതിരുന്ന ഒരു സംഭവമല്ല. ചെയർ ഉണ്ടായിരുന്നു അവിടെ, പക്ഷെ ചെയറിനകത്ത് പുതുമ വന്നു. an innovative chair wherein you have hand rest and you had cushion for that. ഇത് ശരിക്കും പറയാൻ ഒരു ടെക്നോളജിക്കൽ ഇൻവെൻഷൻ അല്ലെങ്കിൽ ഒരു പുതുമയാണെന്ന് നമുക്ക് പറയാം. സോ എന്റെ പോയിന്റ് ഇതാണ്, ഏറ്റവും പുതിയതായിട്ട് ഒരു മൊബൈൽ ഫോൺ പുതിയതായി കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ATM പുതിയതായി കണ്ടുപിടിച്ചു, ബൾബ് പുതിയതായി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും പുതിയതായിരിക്കണം നിർബന്ധമില്ല. ആൻഡ് ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ, ഓൾറെഡി ഉള്ള സംഭവത്തിനകത്തുള്ള ഒരു ഇൻക്രിമെന്റൽ ഇന്നോവേഷനും നമുക്ക് പാറ്റന്റ് ആയിട്ട് കരുതാം. ദാറ്റ്സ് എ ഫസ്റ്റ് പോയിന്റ് ഐ വുഡ് ലൈക്ക് ടു കൺവേ. അനദർ പോയിന്റ് ഇസ്, ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഗ്രഹാം ബെല്ലാണ്, അല്ലെങ്കിൽ എഡിസനെ പോലെയുള്ള ഒരു എക്സാമ്പിൾ, എഡിസന്റെ ബൾബ് പോലെയുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇൻവെൻഷൻ അല്ലെങ്കിൽ കണ്ടുപിടുത്തം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത്. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് നമുക്കൊന്നും പറ്റാത്ത വലിയ വലിയ സംഭവങ്ങൾ മാത്രമേ ഇൻവെൻഷൻ ആവാൻ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ പാറ്റന്റ് കിട്ടുള്ളൂ എന്ന ഒരു തെറ്റിദ്ധാരണ ഓഡിയൻസിൽ ഉണ്ടാകാം. അത് മാറ്റാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ പിക്ചേഴ്സ് ഉള്ളത്. ഇറ്റ്സ് എ സിമ്പിൾ തിങ്, ആസ് സിമ്പിൾ ആസ് ദിസ്. ഇതിനകത്ത് കാണുന്ന പോലെ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഇന്നോവേഷൻസിനും പാറ്റന്റ് കിട്ടാം. സോ 2 points. 1, ഏറ്റവും മുഴുവനായിട്ടും പുതിയതായിരിക്കണം എന്ന് പറയുന്നത് it could be incremental innovation, and the second one is it could be as simple as this. ഭയങ്കര വലിയ ടെക്നോളജി ഇൻവെൻഷൻ ആയിരിക്കണം എന്നും നിർബന്ധമില്ല. ഈ 2 പോയിന്റ് ആണ് ഈ ഒരു സ്ലൈഡിൽ നിന്നും ഞാൻ I would like to convey to the audience. Now let's move on with these ideas. Let's understand different kinds of patents. Patents can take 2 forms. It could be either product patent or it could be process patent. Product patent എന്ന് പറഞ്ഞാൽ ഒരു ബൾബ് ആകാം, ടെലിഫോൺ ആകാം, ഒരു മെഡിസിൻ ആകാം, ഒരു വാക്സിൻ ആകാം. ഇറ്റ് കുഡ് ബി എനിത്തിങ് ഓഫ് ദിസ് സോർട്ട്. ഇങ്ങനെയുള്ള എന്ത് സംഭവം പ്രോഡക്റ്റ് ആകും. അത് നമുക്ക് ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ കണ്ടുപിടുത്തമെന്ന് പറയുന്നത് തെറ്റില്ല. നമുക്ക് മനസ്സിലാക്കേണ്ട വലിയൊരു എക്സ്പ്ലനേഷൻ ആവശ്യം. നൗ ഇറ്റ് കുഡ് ബി എ പ്രോസസ് ഓൾസോ. ആ ഒരു പോയിന്റ് ഞാൻ ഒരു അഡീഷണൽ പോയിന്റ് ഐ വുഡ് ലൈക്ക് ടു കൺവേ ടു ദിസ് ഓഡിയൻസ്. പ്രോസസ്, ഒരു മാനുഫാക്ചറിങ് മെത്തേഡ്. ഇപ്പൊ തന്നെ നമ്മളിപ്പം കൊറോണയുണ്ട്, കൊറോണയുടെ വേരിയേഷൻസ്, പുതിയ വേരിയൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. എല്ലാവരും ശ്രദ്ധിച്ച് ജീവിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നൗ ഇവിടെ നമുക്കിപ്പോ കോവിഷീൽഡ് അല്ലെങ്കിൽ കോവാക്സിൻ എന്നൊക്കെ പറഞ്ഞ വാക്സിൻസ്. ടേക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോഴേ ആ ഒരു കോവാക്സിൻ എന്ന് പറഞ്ഞൊരു വാക്സിന്റെ ഒരു ഡോസ് നിർമ്മിക്കണമെങ്കിൽ ഒരാഴ്ച എടുക്കും. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ മാത്രമാണ്, എനിക്ക് അത്രയും സയന്റിഫിക് ആയിട്ടുള്ള അറിയില്ല. ഞാൻ പത്രത്തിലൊക്കെ വായിച്ചുള്ള ഒരാൾ മാത്രം. അതിന് ഇന്ന് അതിന്റെ ഒരു ഡോസ് അല്ലെങ്കിൽ ഒരു ഡോസ് നിർമ്മിക്കുന്നതിന് 1000 രൂപ ചെലവാകുമെന്ന് വിചാരിച്ചോളൂ. 1000 രൂപയൊന്നുമില്ല, നമുക്ക് 250 രൂപ ഒരു ഡോസ് എടുക്കാം. 1000 രൂപ ചെലവാകും.
അതുമാത്രമല്ല അതിന്റെ മെത്തേഡ് ഓഫ് മാനുഫാക്ചറിങ് വളരെ കമ്പാരിസം ആൻഡ് ടൈം കൺസ്യൂമിങ്. ഇത്രയും ദിവസം, കുറേയധികം ദിവസങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണെങ്കിൽ അപ്പൊ അതിന്റെ ഒരു മാനുഫാക്ചറിങ് മെത്തേഡ് ഉണ്ട്. മെത്തേഡ് ഓഫ് മാനുഫാക്ചറിങ് that vaccine. That's complicated. It's expensive. It's time consuming. കുറെ സമയം എടുക്കും, കുറെ അങ്ങനെയുള്ള ഒരു സംഭവം. Now a new company, a new person, another scientist comes out with the same vaccine. അതേ വാക്സിൻ അത് തന്നെയാണ്, കോവിഷീൽഡ് തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഉണ്ടാക്കുന്ന വളരെ ഇൻഎക്സ്പെൻസീവ് 10 രൂപയ്ക്ക് ഈ പറയുന്ന ഒരു ഡോസ് ഉണ്ടാക്കും. ഇപ്പൊ 1000 രൂപയാണെന്ന് ഓർത്തു. ജസ്റ്റ് എ കമ്പാരിസൺ, ജസ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് കൺവേയിങ്. ആ മാനുഫാക്ചറിങ് മെത്തേഡ്, പുതിയ മെത്തേഡ് പ്രകാരം 10 രൂപയ്ക്ക് ആ മെഡിസിൻ ഉണ്ടാക്കും, വാക്സിൻ ഉണ്ടാക്കും. ഒരാഴ്ച വേണ്ടിയിരുന്ന സ്ഥലത്ത് ഒരു ദിവസം കൊണ്ടുണ്ടാക്കും. അത് വളരെ കമ്പാരിസം അല്ലാത്ത വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ what you get to see here is the manufacturing method is technologically innovative, less expensive, and that process itself involves science and technology. അപ്പൊ ആ പ്രോസസ്സ് തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അങ്ങനെയുള്ള ഒരു പ്രോസസ്സും വേണമെങ്കിൽ പാറ്റന്റിന് എലിജിബിൾ ആകാം, പാറ്റന്റ് കിട്ടാം. അപ്പൊ പാറ്റന്റ് എന്ന് പറഞ്ഞാൽ 2 രൂപത്തിലാകാം. ഇറ്റ് കുഡ് ബി പ്രോഡക്റ്റ് or process. That's the idea I wanted you to understand. Kindly keep that in mind. Now we are moving to the next. ഇങ്ങനെ ഒരു പാറ്റന്റ് കിട്ടണമെങ്കിൽ ഒരു കണ്ടുപിടുത്തത്തിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം, ഏത് തരം കണ്ടുപിടുത്തത്തെയാണ് നമുക്ക് പാറ്റന്റ് കൊടുക്കുക. പാറ്റന്റ് കിട്ടണമെങ്കിൽ മാഡം പറഞ്ഞ പോലെ ഒരു പാറ്റന്റ് ആപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആ പാറ്റന്റ് ഓഫീസ് 4 സ്ഥലങ്ങളിലാണുള്ളത്. 4 മെട്രോ സിറ്റീസിൽ, കൽക്കട്ടയിലുണ്ട്, ഡൽഹിയിലുണ്ട്, ബോംബെയിലുണ്ട്, ചെന്നൈ, മദ്രാസിലുണ്ട്. ഈ 4 സ്ഥലത്താണ്. അപ്പൊ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഓഫീസിൽ ധരിപ്പിക്കേണ്ടത്? ക്വാളിഫിക്കേഷൻ ഫോർ patentable invention. Now, the first one, any product or process. നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രോസസ്സോ പ്രോഡക്റ്റോ ആയിരിക്കും. Which is new. Novelty എന്നാണ് നമ്മൾ ആ ടെക്നിക്കൽ ടേം ഉപയോഗിക്കുന്നത്. നോവൽറ്റി, ന്യൂ, പുതിയതായിരിക്കണം. കണ്ടുപിടുത്തം പുതിയതായിരിക്കണം എന്നുള്ളത് വലിയൊരു കണ്ടുപിടുത്തമാണ്. You and I know that. പുതിയതായിരിക്കണം എന്ന് നിർബന്ധമാണ്. അത് ലോകത്തെവിടെയും, ഇന്ത്യയിലോ കേരളത്തിലോ അല്ല, ലോകത്തെവിടെയും ഉപയോഗിച്ച, ലോകത്തെവിടെയും അറിയുന്ന, ലോകത്തെവിടെയും പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു സംഭവം ആയിരിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ന്യൂ ഇൻ ദ എൻറ്റയർ വേൾഡ്. എങ്കിൽ മാത്രമാണ് നമ്മൾ അതിനെ നോവൽറ്റി അല്ലെ ന്യൂ എന്ന് പറയും. ന്യൂനെസ് എന്ന് പറയില്ല എങ്കിലും ഫോർ ദ പർപ്പസ് ഓഫ് കൺവേയിങ്. സെക്കൻഡ് വൺ ഇസ്, പുതുമ ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ പാറ്റന്റ് കൊടുക്കില്ല. പുതുമ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് നമുക്ക് പുതുമ ഉണ്ടാകും. ചെറിയ ഒരു കവറിൽ വ്യത്യാസം വരുത്തിയിട്ടോ ചെറിയ അഡ്ജസ്റ്റ്മെന്റിലോ നമുക്ക് പുതുമ ഉണ്ടാകും. ഒരു വർക്ക്ഷോപ്പിൽ വെച്ച് ചെറിയ പുതുമകളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു പുതുമ മാത്രം നമുക്ക് മതിയാകും. ഒരു പാറ്റന്റ് കിട്ടണമെങ്കിൽ സാങ്കേതിക മികവുള്ള ഇൻവെന്റീവ് സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. ഇൻവെൻഷന്റെ ഡയറക്ഷനിൽ സാങ്കേതികമായിട്ട് മുന്നോട്ട് പോയിരിക്കണം. ഇൻവെന്റീവ് സ്റ്റെപ്പ് ഉണ്ടാവുന്ന പുതുമയായിരിക്കണം. വെറും പുതുമ വരാം. പുതുമ by itself will not do. Novelty by itself is not sufficient. You should also have, your invention should also have inventive step, സാങ്കേതിക മികവ്. ഇവിടെയാണ് എന്റെ ഇപ്പം ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്ന പിക്ചറിന്റെ സിഗ്നിഫിക്കൻസ് വരും. ആ പിക്ചറിൽ തന്നെ നോക്കൂ. ഒന്നാമത്തെ ബൾബ് നോക്കൂ, ഇടതുവശത്ത് നിന്ന് ഒന്നാമത്തെ ബൾബ്. അത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, പഴയ ബൾബാണ്. രണ്ടാമത്തെ ബൾബ് നമ്മൾ ചെറുപ്പകാലങ്ങളിലെങ്കിലും ഈ നമ്മുടെ സ്റ്റുഡൻസും ചെറുപ്പകാലങ്ങളിൽ കണ്ടിട്ടുണ്ടാകാം. മൂന്നാമത്തെ സംഭവം CFL നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് LED ആണ്. കാര്യമെല്ലാം ലൈറ്റ് ആണെങ്കിലും ഇതിനകത്ത് ഓരോന്നിലും സാങ്കേതിക മികവുണ്ട് എന്ന കാര്യം മുഴുവനായിട്ട് ഏതൊക്കെ സാങ്കേതിക മികവാന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനോ കേൾക്കാനോ നിങ്ങൾ പറ്റില്ലെങ്കിൽ പോലും ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ പുതുമ മാത്രമല്ല, വെറും പുതുമ മാത്രമല്ല, ഒരു ഇൻവെന്റീവ് സ്റ്റെപ്പോട് കൂടിയ, ഒരു സാങ്കേതിക മികവോട് കൂടിയ പുതുമയാണ്. സോ നോവൽറ്റി ആൻഡ് ഇൻവെന്റീവ് സ്റ്റെപ്പ് ആർ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് ഫോർ എ പാറ്റന്റബിൾ ഇൻവെൻഷൻ. അതുണ്ടായിരിക്കണം. നമുക്കിനി മൂന്നാമത്തത് നോക്കാം. 3 ക്വാളിഫിക്കേഷൻസ് ആണ്. തേർഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ യൂട്ടിലിറ്റി. ഇൻഡസ്ട്രിയൽ യൂട്ടിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഉപയോഗം. പോസിറ്റീവായിട്ട് ഉപയോഗം എന്താണെന്നുള്ളൊരു നെഗറ്റീവ് ഉപയോഗം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് ഒരു കൊള്ള നടത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഏത് ലോക്കും ഏത് പൂട്ടും പെട്ടെന്ന് ഏത് ഡോറിന്റെയും പൂട്ടുകൾ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന, ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ കണ്ടുപിടിച്ചു വിചാരിച്ചു. അത് പുതുമയുള്ളതായിരിക്കാം, സാങ്കേതിക മികവും ഉണ്ടായിരിക്കും. പക്ഷേ ഇൻഡസ്ട്രിയൽ യൂട്ടിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. ഇൻഡസ്ട്രിയൽ യൂട്ടിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്
ഇൻഡസ്ട്രിയിൽ വിൽക്കാൻ പറ്റുന്ന രീതിയിൽ, ഇൻഡസ്ട്രിയിൽ സാധാരണ രീതിയിൽ പോസിറ്റീവായിട്ട് ഉപയോഗം ഉണ്ടാകാൻ പറ്റുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. സത്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും റോബറിക്ക് ഉപയോഗിക്കാവുന്ന ഇതുപോലെയുള്ള ഒരു ലോക്ക് ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ will not have the third qualification, industrial utility. അതുകൊണ്ട് തന്നെ we will not grant patent for that. അപ്പൊ നമുക്കിപ്പോ സ്ക്രീനിൽ കാണാവുന്ന രീതിയിലുള്ള ഈ 3 കണ്ടീഷൻസും കംപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റോ പ്രോസസ്സോ ആണെങ്കിലാണ് നമുക്ക് സത്യം പറയുകയാണെങ്കിൽ we can say that it is a patent. Is that clear, Mr. Bilton? Clear ആണോ? Bilton, Hello, sir. anybody? Hello, sir. Clear ആണ്. നേരിട്ട് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത് മാത്രമേ. Thank you for the response. Now, who can apply for the patent? Obviously, നമ്മൾ ഈ ഒരു അടുത്ത ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചോദ്യം, ആർക്കാണ് പാറ്റന്റ് അപ്ലൈ ചെയ്യാൻ പറ്റും? പാറ്റന്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ വെറുതെ ഒരു പിക്ചർ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. A great man, obviously, a very intelligent man, philosopher too. നമുക്ക് ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു പാറ്റന്റ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ട്രൂ ആൻഡ് ഫസ്റ്റ് ഇൻവെന്റർ. ഒരു ട്രൂ ആൻഡ് ഫസ്റ്റ് ഇൻവെന്റർക്കാണ് പാറ്റന്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഒരു കണ്ടുപിടുത്തം ആരാണോ നടത്തിയിരിക്കുന്നത് അവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ അസൈനി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ഒരാളാണ്. ഇപ്പൊ മിസ്റ്റർ ബിൽട്ടൺ ഒരു കണ്ടുപിടുത്തം നടത്തി, ഹി ക്യാൻ ട്രാൻസ്ഫർ ദാറ്റ് ടു മീ, ടു Wellman. അങ്ങനെയുള്ള കേസിൽ ഞാനാണ് അസൈനി, ഈസ് ദ അസൈനി ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ട്രാൻസ്ഫർ ചെയ്തൊന്നും ഞാൻ അതിന് കാശ് കൊടുത്തിട്ടുണ്ടാവുക ബിൽട്ടൺ. അങ്ങനെയാണെങ്കിൽ then I can also make an application for patent. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ മിസ്റ്റർ ബിൽട്ടൺ അത് കീപ്പ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഞാൻ സമയത്തോ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ, മരണപ്പെടുക, അല്ലെങ്കിൽ കമ്പനി ആണെങ്കിൽ ഒരു കമ്പനി ടേക്ക് ഓവർ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് സാഹചര്യത്തിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ്, നമ്മളെ നിയമപരമായി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബന്ധുക്കൾ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് ഇല്ലാത്ത സാഹചര്യത്തിൽ. So these are the 3 category of people who can make application for patent. So അതിനകത്ത് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇപ്പൊ ബോട്ടം ലൈനിൽ വന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി. ബിൽട്ടൺ ഒരു കണ്ടുപിടുത്തം നടത്തി മിണ്ടാതെ വീട്ടിലിരുന്നാൽ ബിൽട്ടൺ അത് ഉപയോഗിക്കാം, ആ കണ്ടുപിടുത്തം ഉപയോഗിക്കാം, ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാം. പക്ഷെ അത് പാറ്റന്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ അത് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് തടയാൻ പറ്റും. ഒരു മാർക്കറ്റ് സിറ്റുവേഷനിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. പലപ്പോഴും ഞാൻ പറഞ്ഞു കൊമേഴ്ഷ്യലൈസേഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്. അങ്ങനെ ആവുന്ന സമയത്ത് ഒരു കമ്പനി ഇത് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലൈസേഷന്റെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് വലിയൊരു കോമ്പറ്റീറ്റീവ് എഡ്ജ് നമുക്ക് തരുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ കുറേയധികം പൈസ ചെലവാക്കി മേ ബി വർഷങ്ങളോളം ഇരുന്നിട്ടാണ് നമ്മൾ പുതിയ കണ്ടുപിടുത്തം. സയന്റിസ്റ്റ് has spent a lot of time in that. ഒരു കമ്പനിയുടെ R&D ഡിപ്പാർട്ട്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കുറേയധികം വർഷങ്ങളോളം കുറെ ആൾക്കാർ അവിടെ ഇരുന്നതാണ്. കുറേയധികം മേ ബി കോടിക്കണക്കിന് രൂപ അതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. സോ എ ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എ ലോട്ട് ഓഫ് ടൈം ഹാസ് സ്പെന്റ് ഇൻ ടു ദിസ്. അങ്ങനെയുള്ള ഒരു സംഭവം കണ്ടെത്തി വന്നു കഴിഞ്ഞാൽ അതിന് പാറ്റന്റ് പാറ്റന്റ് നമുക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ രജിസ്ട്രേഷൻ ഇസ് കമ്പൽസറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള 4 പാറ്റന്റ് ഓഫീസിൽ ഏതെങ്കിലും ഒന്ന്, അതായത് നമ്മുടെ ജോഗ്രഫിക്കൽ ഏരിയ വരുന്ന പാറ്റന്റ് ഓഫീസിൽ രജിസ്ട്രേഷൻ ഇസ് കമ്പൽസറി. Otherwise, you can use it, anybody can use it. Now, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാറ്റന്റ് കിട്ടി, ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് പാറ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്നുള്ളത്? ആ ഗുണങ്ങൾ നമ്മൾ അവകാശങ്ങളുടെ രൂപത്തിലാണ്, ബിസിനസ് അവകാശങ്ങളുടെ, കൊമേഴ്ഷ്യൽ അവകാശങ്ങളുടെ രൂപത്തിലാണ് നിയമം അത് കൊടുക്കുന്നത്. ഇവിടെയാണ് നിയമത്തിന്റെ ഇത് വരുന്നത്. നമ്മുടെ ആ ഒരു ടംബ്ലർ മനസ്സിൽ വെച്ചോളൂ. ഏറ്റവും അടിയിൽ സയൻസ് ആൻഡ് ആർട്സ് ഉണ്ട്, പിന്നെ കൊമേഴ്സ് ഉണ്ട്, ലോയും വരുന്നുണ്ട്, ഇതെല്ലാം വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പോകും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ യു വിൽ ഹാവ് എൻ എക്സ്ക്ലൂസീവ് റൈറ്റ്. പ്ലീസ് നോട്ട്, യു ഹാവ് എൻ എക്സ്ക്ലൂസീവ് റൈറ്റ് ടു മാനുഫാക്ചർ ദ പ്രോഡക്റ്റ്. നിങ്ങൾ കണ്ടെത്തിയ ആ പ്രോഡക്റ്റ്, കോവിഷീൽഡ് അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്ന ആ കണ്ടുപിടുത്തം, യു ക്യാൻ യൂസ് ഇറ്റ്, ഓൺലി യു ക്യാൻ യൂസ് ഇറ്റ്, നോബഡി എൽസ് ക്യാൻ യൂസ് ഇറ്റ്. ഇഫ് സംബഡി യൂസസ് ഇറ്റ്, യു ക്യാൻ സ്റ്റോപ്പ് ദാറ്റ് പേഴ്സൺ. ഇറ്റ്സ് എൻ എക്സ്ക്ലൂസീവ് റൈറ്റ്. സോ എക്സ്ക്ലൂസീവ് റൈറ്റ് ടു മാനുഫാക്ചർ, exclusive right to manufacture the patented product, exclusive right to use the patented process, exclusive right to sell it, exclusive right to import it, exclusive right to export it. Put it in simple words, exclusive opportunity to recoup cost.
അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കോസ്റ്റ് തിരിച്ചു പിടിക്കാനും ബിഗ് പ്രോഫിറ്റ് ഉണ്ടാക്കാനുമുള്ള അവകാശങ്ങളാണ്, ബിസിനസ് ഇൻട്രസ്റ്റുകളാണ്, നമ്മൾ ശരിക്കും ബിസിനസ് റൈറ്റുകളാണ് പാറ്റന്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. സോ ദ പാറ്റന്റ് ലോ പ്രൊവൈഡ്സ് ബിസിനസ് interest as exclusive rights. Now, at this juncture, I would like to raise a question. I would like to have your response, please. Is monopoly good? Anybody? Is monopoly good? No. ആർക്ക് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. Is it good, monopoly? നല്ലതാണോ? No. It is. Is there anybody who say that monopoly is good? Monopoly നല്ലതാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ട്? Aaron Sajio. What do you think? The first person in the list. നമ്മള് ഈ പാറ്റന്റിന്റെ കാര്യത്തില് ഞാൻ ഇത്രയും ഈ എക്സ്പ്ലെയിൻ ചെയ്തു, എക്സ്ക്ലൂസീവ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞു. ഇത് സത്യം പറയുകയാണെങ്കിൽ ഇതൊരു മൊണോപ്പൊളി അല്ലേ? Exclusive right to manufacture, exclusive right to use, exclusive right to sell, exclusive right to import and export. Isn't it a monopoly? തീർച്ചയായിട്ടും ഇത് മൊണോപ്പൊളിയാണ്. മൊണോപ്പൊളി ഇപ്പൊ ടെസ്റ്റ് പറഞ്ഞു, മറ്റു എല്ലാവരും അതുമായിട്ട് ജോയിൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മൊണോപ്പൊളി ഇസ് ബാഡ് എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. പക്ഷെ കിട്ടുന്നത് നമുക്കാണെങ്കിലും ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണ് മനുഷ്യൻ. കാര്യം നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല എന്നൊക്കെയാണ് വെപ്പ്. പക്ഷെ ഒരു എല്ലാവരും ഏതെങ്കിലും രീതിയിൽ സെൽഫിഷ്നെസ് ഉണ്ട്. പൈസയുടെ രൂപത്തിൽ മാത്രം തന്നെ ആവണം നിർബന്ധം. ഇങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു അവകാശം, ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള അവകാശങ്ങൾ മൊണോപ്പൊളി ആയിട്ട് കൊടുക്കുന്ന സിറ്റുവേഷനെ സത്യം പറയുന്നത് പാറ്റന്റ് എന്ന് പറയുന്നത്. ഇത് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മറ്റാരും ചെയ്യാത്തൊരു കാര്യം കുറേയധികം വർഷങ്ങളിരുന്ന് കുറേയധികം പൈസ ചെലവാക്കി ഒരാൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഒരു മൊണോപ്പൊളി ഒരു കുറച്ചു കാലത്തേക്ക് കൊടുക്കുക എന്നുള്ളതാണ് നിയമത്തിന്റെ ഉദ്ദേശം. നിയമം സത്യം പറയുകയാണെങ്കിൽ ഇത് ഇൻസെന്റിവൈസ് ചെയ്യാണ്, എൻകറേജ് ചെയ്യാണ്. എന്നുവെച്ചാൽ പ്രൈവറ്റ് പാർട്ടീസിനും ഇങ്ങനെ പിന്നെ സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിട്ട് സംഭവങ്ങൾ കൊണ്ടുവരാൻ, സമൂഹത്തിലേക്ക് ഇറക്കാൻ അവരെ എൻകറേജ് ചെയ്യുന്ന, സമൂഹത്തിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എൻകറേജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് സത്യം പറയുന്നത് പാറ്റന്റ് ഗ്രാൻഡിങ്. അതിനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് പാറ്റന്റ് എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ മൊണോപ്പൊളി ജസ്റ്റിഫൈ ചെയ്യപ്പെടും. ബിക്കോസ് ഈ മൊണോപ്പൊളി ഉള്ളത് കൊണ്ടാണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഒരു സംഭവമായിട്ട് മുന്നോട്ട് വരാൻ. പക്ഷേ ടെസ്റ്റും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൊണോപ്പൊളി ഈസ് ബാഡ്. പക്ഷെ ഒരു ലിമിറ്റഡ് മൊണോപ്പൊളി ഇങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ആൾക്കാർ മുന്നോട്ട് വരാൻ അതിനാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മൊണോപ്പൊളി ലിമിറ്റഡ് മൊണോപ്പൊളി ആകും. വി ആർ മേക്കിംഗ് മൊണോപ്പൊളി എ ലിമിറ്റഡ് മൊണോപ്പൊളി. സോ ഡ്യൂറേഷൻ ഓഫ് മൊണോപ്പൊളി ഇസ് ലിമിറ്റഡ് ടു 20 years. 20 വർഷത്തേക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് മാത്രം 20 വർഷം കഴിഞ്ഞാൽ that goes to the public domain. ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളത്. ആൻഡ് ദ ലോ ഡീലിംഗ് വിത്ത് ദിസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് പാറ്റന്റ് ആക്ട് 1970. 1970 പാറ്റന്റ് നിയമമാണ് ശരിക്കും പാറ്റന്റുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയിലെ നിയമം. Is this all right, Jiku sir? Is this fine? This is how I plan to go forward. Yes sir. Problem. Okay. So I think we'll move to the next one in the list. നമ്മൾ 8 items ആണ് ഡീൽ ചെയ്യുന്നത്. ഇത് കുറച്ച് ആദ്യത്തെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് ഇനി കുറച്ചും കൂടെയൊക്കെ നമ്മൾ ഫാസ്റ്റ് ആയിട്ടൊക്കെ പോകാൻ ശ്രമിക്കുന്നതാണ്. So we'll have to complete it in time also. So the next one in the list of intellectual property rights, the second one in the list is trademark. ഇത് ഈ ഒരു ബ്രാൻഡ്, ട്രേഡ് മാർക്കിന് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു നല്ലൊരു പേര് ബ്രാൻഡ് എന്നുള്ളതാണ്. അതിന് പിന്നെ ഈ ഒരു ബ്രാൻഡ് കണ്ട് പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? Is there anyone who will not identify this particular brand? I hope all the participants, each and every participant will identify this particular brand. ഈ ബ്രാൻഡ് നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്ത് വരുന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവും. What comes to your mind? What comes to my mind? ഒരു പ്രോഡക്റ്റ് ഓർ സർവീസ്, നമ്മളൊരു ബ്രാൻഡ് കാണുന്ന സമയത്ത്, നമ്മളൊരു ട്രേഡ് മാർക്ക് കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന സംഭവം പ്രോഡക്റ്റ് ഓർ സർവീസ് കംസ് ടു യുവർ മൈൻഡ്. ഐഫോൺ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് കംസ് ടു യുവർ മൈൻഡ്.
when you see this. What else? You are reminded of the source of the product. Source കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് കമ്പനിയിൽ നിന്നാണ് ഇത് വരുന്നത് നമുക്കറിയാം. We know that it comes from an Apple company. It's an American company. You know that. You come to know about it. Now, അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ ഒരു പ്രോഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ഗോട്ട് ദ കപ്പാസിറ്റി ടു ഡിസ്റ്റിങ്വിഷ്. ഇത് ഞാനൊന്ന് പറയേണ്ട വരുന്നു വിചാരിക്കും. സോ ഇവിടെ മാരുതി സുസുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആപ്പിൾ എന്ന് പറഞ്ഞാൽ, ടാറ്റ എന്ന് പറയുന്നത്, ഇവരെന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രോഡക്റ്റ്, ഈ കമ്പനിയുടെ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഞാനൊരു ട്രേഡ് മാർക്കായിട്ട് വരികയാണെങ്കിൽ എന്റെ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള എല്ലാതരം കാറുകളും എല്ലാതരം ലാപ്ടോപ്സും വിൽക്കാനല്ല ഞാൻ വരുന്നത്. I want to project my laptop, my mobile phone, my car. I am selfish because I want to make money for myself. എന്റെ കമ്പനി നന്നാവാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എന്റെ പ്രോഡക്റ്റുകൾ, എന്റെ സർവീസുകൾ മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന, മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ടെക്നിക്, അതിനുള്ള ഒരു മാധ്യമമാണ് സത്യം പറയുന്നത് ബ്രാൻഡ് എന്ന് പറയുന്നത്. സോ വെൻ യു ഗെറ്റ് ടു സീ ടി, ഒരു വട്ടത്തിനകത്ത് ടി എൽ എന്നൊക്കെ കാണുമ്പോൾ, ലൈലാൻഡ് എന്നൊക്കെ കാണുമ്പോൾ, യു ആർ റിമൈൻഡഡ് ഓഫ് എ കമ്പനി. ഇത് ലെയ്ലാൻഡ്, അശോക് ലെയ്ലാൻഡിന്റെയാണ്, ഇത് ടാറ്റയുടെയാണ്, ഇത് ആപ്പിളിന്റെയാണ്, ഇത് ഹോണ്ടയുടെയാണ് എന്നാണ് നമ്മൾ റിമൈൻഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ റിമൈൻഡ് ചെയ്യപ്പെടുമ്പോൾ തന്നെ അവിടെ മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. ഇത് ഹോണ്ടയുടെ ആണെന്ന് പറയുമ്പോൾ ഇത് സുസുക്കിയുടെ അല്ല, ഇത് ഹുണ്ടായുടെ അല്ല, ഇത് മറ്റൊരു കമ്പനിയുടെ അല്ല എന്ന് കൂടി മനസ്സിലാക്കാൻ പറ്റും. മാർക്കറ്റിൽ അത് വളരെ പ്രധാനമാണ്. സോ ദ കപ്പാസിറ്റി ടു ഐഡന്റിഫൈ ആൻഡ് ഡിസ്റ്റിങ്വിഷ് is the lifeblood of a trademark. ഒരു ബ്രാൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം അതാണ്. Now, and it also shows the quality. നമ്മളിപ്പോ ഞാൻ രണ്ട് ട്രേഡ് മാർക്കുകളുടെ പേരുകൾ, ബ്രാൻഡുകളുടെ പേര് പറഞ്ഞു. I think that will convey the idea there. ബെൻസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഓഡിയൻസിന്റെ മനസ്സിലേക്ക് ഏത് തരം ക്വാളിറ്റിയാണ് മനസ്സിൽ വരുന്നത് ഒന്ന് ആലോചിക്കും. When I say Tata Nano, what impression do you get? അപ്പൊ അത് ക്വാളിറ്റിയെ പ്രതിനിധീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു മറ്റൊരു പോയിന്റ്. ഹലോ സർ, ഓഡിബിൾ ആണോ? ഹലോ ഹലോ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. സാറെ ജോയിൻ ചെയ്യും. ജസ്റ്റ് എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ.
നമ്മുടെ റിസോഴ്സ് പേഴ്സന്റെ നെറ്റ്വർക്കിൽ എന്തോ ഒരു ഇഷ്യൂ പറ്റിയതാണ്. 1 മിനിറ്റുള്ളിൽ സാറ് റീജോയിൻ ചെയ്യും. എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു. കാണാമോ ജിക്കു സർ? യെസ് സർ, യെസ് സർ, കാണാം കാണാം. സർ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ പോലെ ഉണ്ട്, സ്ലോ ആണ്, ബ്രേക്ക് വരുന്നുണ്ട് ഇടയ്ക്ക്. Okay, okay. Let me see this. Is the slide visible? നോ സർ, സ്ലൈഡ് ആയിട്ടില്ല. Slide ഇല്ല. I'm sorry. ഇപ്പൊ presentation visible ആണോ? യെസ് സർ, Sir? വിസിബിൾ ആണ്. Presentation visible. Okay. യെസ് സർ, വിസിബിൾ ആണ്. So I think we are back. Yes. Presentation കാണാം and സംസാരിക്കുന്ന കേൾക്കാം. യെസ് യെസ് യെസ്. I'm sorry because there was some internet which is beyond our capacity. Okay. So now I've shifted that to Airtel now. I'm sorry for the interruption. That's beyond our capacity. And that which No problem. is necessary. It's okay, sir. It's okay. Now we were into trademark, the second item in the intellectual property list, and we were asking this question, which is available on screen.
what can be used as a trademark? For this, you have an answer. A word like Tata or Benz can be used as a trademark. Or a word like T or L, Leyland or T, can be used as a trademark. Or it could be a logo, which you can see like Nike. Or it could be something like 555 or 7. It could be a numeral also. Or a trademark could be a drawing or a picture, or it could be a label also. Label എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടിച്ചു വെക്കുന്ന ഒരു സംഭവം ആകാം എന്ന് നമുക്ക് പറയാം. സോ ഇങ്ങനെയുള്ള ഏത് സംഭവങ്ങളും നമുക്ക് ട്രേഡ് ആയിട്ട് ഉപയോഗിക്കാം, ട്രേഡ് ആയിട്ട് ഉപയോഗിക്കപ്പെടും. Now, moving on with the idea. Now, how to get a legal protection for trade? നമ്മൾ പാറ്റന്റിന്റെ കാര്യത്തിൽ പറഞ്ഞു നമുക്ക് you should go for a registration. പക്ഷേ നമ്മുടെ ട്രേഡ് മാർക്കിന്റെ കാര്യത്തിൽ it is a bit different. You can register your trademark under trademark law, or you can have a protection even without registration. Register ചെയ്യാതെ unregistered ആയിട്ട് നമ്മൾ കുറേയധികം വർഷം ഒരു കാര്യം ട്രേഡ്മാർക്ക് ആയിട്ട് ഉപയോഗിക്കുകയാണ്. You will be entitled to a trademark right even without registration. അത് പാറ്റന്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. So you can have a trademark with registration and without registration. Register ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും there are certain advantages. പിന്നെ unregistered and disadvantages ഉണ്ട്. പക്ഷെ unregistered ആയിട്ടും ട്രേഡ്മാർക്ക് please do keep that point in mind. നമ്മൾ ഒരു ട്രേഡ്മാർക്ക് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ you will be registering that in a particular class. ട്രേഡ്മാർക്കിന്റെ പർപ്പസിനായിട്ട് ഈ പ്രോഡക്ട്സ് മുഴുവൻ ഡിഫറെന്റ് ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. There are as many as 45 classes. 45 ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ പ്രോഡക്ട്സുകളെ തിരിച്ചിരിക്കുന്നത്. Class 2, I'm just putting some examples here. Classification of goods. Goods-ലെ 36ഓളം ക്ലാസ്സുകളുണ്ട്. അതിൽ class 2 ആണ് നമുക്ക് ഇവിടെ കാണാം. Maybe നമ്മുടെ Asian Paints class 2-ൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. Paints, or you can also see class 12, vehicles or apparatus for locomotion by land or air. So അതും അങ്ങനെയുള്ള ക്ലാസ്സുകളിലാണ്. അപ്പൊ നമ്മുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ you get right in relation to your business. ആ ബിസിനസ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട അവകാശം നമുക്ക് കിട്ടും. You please do understand that. Now, എന്ത് അവകാശമാണ് ഈ ഇങ്ങനെ ഒരു ട്രേഡ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ultimately how are you going to be benefited? അതിൽ പറയുന്നതാണ് the right of a trademark owner. Right is to prevent use of identical or deceptively similar trademark on similar goods or service. നമുക്ക് കിട്ടുന്ന അവകാശം മാർക്കറ്റിനകത്ത് ഒരു കൊമേഴ്ഷ്യലി ഉപയോഗിക്കുന്ന സമയത്ത് I get a right wherein I can prevent another person. I get an exclusive right to use my trademark in a particular business. അതുകൊണ്ട് തന്നെ എനിക്ക് I can stop another person from using an identical or deceptively similar trademark on similar goods or service. Similar goods or serviceൽ ഒരു ഇതുപോലെയുള്ള ട്രേഡ്മാർക്ക് ഉപയോഗിക്കുന്ന എനിക്ക് തടയാം. ഇത് ഒന്ന് മനസ്സിലാവണമെങ്കിൽ there is a picture. I invite your attention to the picture on the screen. Picture കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. Now, ഈ picture are they one and the same? ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. If you look at closely, you can come to know that these are different pictures. പക്ഷേ ഇത് രണ്ടും ഒന്നാണെന്ന് നമുക്ക് തോന്നിയേക്കാം. ഇത് തന്നെയല്ലയോ അത് എന്ന് നമുക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായേക്കാം. ഇതിനെയാണ് നമ്മൾ ഡിസെപ്റ്റീവ്ലി സിമിലർ എന്ന് പറയുന്നത്. അപ്പൊ ട്രേഡ്മാർക്ക് ഓണർക്ക്, ഇഫ് ഐ എം എ ട്രേഡ്മാർക്ക് ഓണർ, ഐ ക്യാൻ സ്റ്റോപ്പ് എ പേഴ്സൺ ഹു ഈസ് യൂസിങ് എ ട്രേഡ്മാർക്ക് വിച്ച് ഇസ് ഡിസെപ്റ്റീവ്ലി സിമിലർ. ഞാനാണ് ഹോം ലൈറ്റ്സ് എന്ന് പറയുന്ന ട്രേഡ്മാർക്കിന്റെ കമ്പനിയുടെ ഓണർ എങ്കിൽ ഹോം ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഡിസെപ്റ്റീവ്ലി സിമിലർ ആയിട്ടുള്ള ഒരു ട്രേഡ്മാർക്ക് ഉപയോഗിക്കുന്ന ഒരു ഓണറെ ഒരു കമ്പനി, I can stop it. So I get an exclusive right. I get an exclusive right to use my trademark and do business in the market. That's a intellectual property I get in relation to a trademark or a brand. Now, I have got another example. Again, picture based in the presentation. And I invite your attention to the pictures. Are you familiar with the first one? I'm sure that all of you will be familiar with the first one. Left-iലുള്ള legendary Mercedes-Benz എന്ന് പറയുന്ന കമ്പനി കേട്ടുണ്ടാകാം. Now look at the thing on the right. Have you come across that? അത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? Actually, this is related to undergarments.
textile item എന്ന് നമുക്ക് formally പറയാം. And my question here is, are they a violation? Is the second one a violation of the first one? രണ്ടാമത്തത് ഒന്നാമത്തതിന്റെ violation ആണെന്ന് വിചാരിക്കുന്നുണ്ടോ Mr. Bilton? Do you think that the second one is a violation of the first one? Do you think so? അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? നമ്മളിപ്പം നോക്കിയ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. I think you are there. The answer you might give is, this is not a violation എന്ന് പറയാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒന്നാമത്തത് ഒരു ഓട്ടോമൊബൈൽ കമ്പനിയാണ്. അവരുടെ അവകാശം ഓട്ടോമൊബൈൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഓട്ടോമൊബൈലുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് വിചാരിക്കാം. And second one is a textile item. ആ ടെക്സ്റ്റൈൽ ഐറ്റത്തിന്റെ കാര്യത്തിൽ പിന്നെ ഒന്ന് ഓട്ടോമൊബൈൽ ആയതുകൊണ്ടും മറ്റൊന്ന് ടെക്സ്റ്റൈൽ ആയതുകൊണ്ടും അത് രണ്ടും വയലേഷൻ അല്ല എന്ന് പറയാനുള്ള സാധ്യതയാണ് നമ്മൾ ഈ പറയുന്ന നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ മൈ പോയിന്റ് ഹിയർ ഈസ്, ദിസ് ഈസ് എ വെൽ നോൺ ട്രേഡ് മാർക്ക്. സാധാരണ ഒരു ട്രേഡ് മാർക്കിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള റൂളാണ് ശരിക്കും പറയുന്നത് വെൽ നോൺ ട്രേഡ് മാർക്ക് വരുന്നത്. ദാറ്റ്സ് എ പോയിന്റ് ഐ വുഡ് ലൈക്ക് ടു കൺവേ ഹിയർ. In the case of a well-known trademark owner has a right which is available in all the classes. ഒരു പ്രത്യേക ക്ലാസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ആ ട്രേഡ് മാർക്ക് ഓണറുടെ അവകാശം. അദ്ദേഹത്തിന്റെ അവകാശം എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ്സിലും ഉണ്ട്. വിച്ച് മീൻസ് ദാറ്റ് മെർസിഡൻസ് ബെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അണ്ടർഗാർമെന്റ് ഫാക്ടറി തുടങ്ങുന്ന ഒരാൾക്ക് പോലും അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം മെർസിഡൻസ് ബെൻസ് ഹാസ് എ വൈഡർ റൈറ്റ് when compared to an ordinary trademark. That's the point I'm trying to convey to the audience. Now coming to the question of duration of protection. നമ്മൾ പാറ്റന്റിന്റെ കാര്യത്തിൽ പറഞ്ഞു മൊണോപ്പൊളി ആണ്. It's a limited monopoly and it is for 20 years എന്ന് പറഞ്ഞു. And in the case of trademark, it is unlimited monopoly. ഇതിന് ഒരു പ്രത്യേക ഒരു ദിവസം ഒരു 20 years എന്ന് പറയുന്ന രീതിയിൽ ഒരു ലിമിറ്റ് ഇല്ല. It is unlimited protection. And registered ആണെങ്കിൽ ആ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. Otherwise, it is unlimited protection. Now, moving on with this, we complete our discussion on the second one, the trademark. We are moving to the third. And if you remember the list of intellectual property, the third one is industrial designs. Here also, I've got a picture. If I ask the audience the question, a simple, very simple question, which one will you select? ഇതിനെല്ലാത്തിനും ഒരേ വിലയും ഒരേ ക്വാളിറ്റിയും ആണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഏത് സെലക്ട് ചെയ്യും എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ I'm sure that different participants will have different answers, and that will be based on different liking you have. നമ്മുടെ ഓരോരുത്തരുടെയും ലൈക്കിങ്ങിനനുസരിച്ച് നമ്മുടെ കണ്ണിന് പിടിക്കുന്ന നമ്മുടെ ഒരു എസ്തെറ്റിക് മനോഹാരിത എന്ന് പറയുന്ന എസ്തെറ്റിക് സെൻസിനനുസരിച്ച് വ്യത്യാസം വരാം. കാരണം ക്വാളിറ്റി ഏതെടുത്താലും 200 രൂപ, എല്ലാത്തിനും ഒരേ ക്വാളിറ്റി ആണെങ്കിൽ then definitely you are going to select based on your sense of beauty, perhaps the sense of aesthetic sense. അങ്ങനെ എസ്തെറ്റിക് സെൻസിനെ ബേസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ശരിക്കും നമ്മൾ എന്തിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡിസൈനെയാണ്. നമ്മൾ ഒന്നാമത്തെ പ്രോഡക്റ്റ് വാങ്ങുന്നതിന് പകരം മൂന്നാമത്തെ പ്രോഡക്റ്റ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ മൂന്നാമത്തെ പ്രോഡക്റ്റിന് കൂടുതൽ നല്ലൊരു ബെറ്റർ ഡിസൈൻ ഉണ്ടെന്ന്. ആ ഡിസൈൻ ചെയ്യുന്നത് ഒരാളുടെ മനസ്സിന്റെ മനസ്സിലെ ഡിസൈൻ ഒറിജിനേറ്റ്സ് ഇൻ ദ മൈൻഡ് ഓഫ് എ പേഴ്സൺ. This happens not only in a crockery shop, it can happen in a jewelry also. Jewelry ഏത് സ്വർണത്തിനാണ് ഒരേ വിലയാണ്, പണിക്കൂലിയിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. Again, how do women or men select this? They look at the design, and it happens in the mobile shop also. It happens in the mobile shop. It can happen in an automobile shop also. Jewelry, sarees, toys, mobile phones, etc. Everywhere, design of a product is also a matter of concern, and design is based on the intellectual labor or that sense, that idea of a person. So when you talk of an industrial design, you talk of shape, configuration, color, lines, etc. So if you have better design, perhaps you can sell better and you do business better. Avidim intellectual property. So if you go for the further details on this, I don't want to spend much more time on this. This is going to be shorter. New and original design design. Right to prevent unauthorized use. നമ്മുടെ പെർമിഷൻ ഇല്ലാതെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് തടയാനാണ് നമുക്കുള്ള അവകാശം വരുന്നത്. And registration is compulsory. This is comparable with patent, and registration is compulsory. It is unlike trademark. And duration of protection. ഇവിടെയും ലിമിറ്റഡ് മൊണോപ്പൊളിയാണ് കിട്ടുന്നത്.
duration of protection is similar to patent, but it is not as much as patent. Patent അത്രയും duration ഇല്ല. ഇവിടെ patent duration of protection is 15 years ആണ്, 15 വർഷം നിങ്ങൾക്ക് മാത്രമായിട്ട് അത് മാർക്കറ്റ് ഉപയോഗിക്കാൻ പറ്റും. And the law dealing with the design in India is Design Act 2000. 2000 Design Act ആണ് ഇന്ത്യയിലെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട നിയമം. So these are the brief details about industrial designs. We will have the same pattern. നമ്മൾ പാറ്റന്റിലും ട്രേഡ് മാർക്കിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന സിമിലർ പാറ്റേണിലാണ് മറ്റുള്ള നിയമങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിൽ ബി ഗോയിങ് ക്വിക്കർ ഹിയർ ഓൺവേഴ്സ്. കോപ്പിറൈറ്റും കൂടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യും, അതിനുശേഷം വിൽ ബി ഗോയിങ് ക്വിക്കർ. So perhaps the most popular one, ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് സംഭവം കോപ്പിറൈറ്റ് ആയിരിക്കും. And I invite attention to the copyright. Copyright protection കിട്ടണമെങ്കിൽ നമ്മുടെ ഞാനിപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോകുന്ന സ്ക്രീനിൽ കാണാൻ പറ്റുന്ന 6 ഐറ്റത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. സോ ദ ഐറ്റം ലിറ്റററി വർക്ക്. ലിറ്റററി വർക്ക് ആണ് നിങ്ങളുടെ ക്രിയേഷൻ എങ്കിൽ കോപ്പി കിട്ടാം. ക്രിയേഷൻ കോപ്പി കിട്ടാം. ഡ്രമാറ്റിക് വർക്ക്, മ്യൂസിക്കൽ വർക്ക്, ഇതെല്ലാം കോപ്പിറൈറ്റ് എലിജിബിൾ ആണ്. അതുപോലെ തന്നെ സൗണ്ട് റെക്കോർഡിംഗ് ആണെങ്കിലോ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫിലും ആണെങ്കിലും ഇതിന് കോപ്പിറൈറ്റ് എലിജിബിൾ ആണ്. സോ കോപ്പിറൈറ്റ് കിട്ടണമെങ്കിൽ യുവർ ക്രിയേഷൻ ഷുഡ് ബി എനി വൺ ഓഫ് ദീസ്. ഈ 6 ഐറ്റത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കണം. Now, let us understand each one of these in some detail. Literary work. Do you agree with me when I say this is a literary work? This is literary work ആണെന്ന് പറഞ്ഞാൽ agree ചെയ്യോ? I'm sure that everyone will agree with that. If I ask the question, is this a literary work? ഒരു കണക്ക് പുസ്തകം, മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക് ലിറ്റററി വർക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും you can have some sort of doubt or there could be difference of opinion. തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മുടെ ഡിക്ഷണറി മീനിങ്, നമ്മുടെ കോമൺ സെൻസിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചിട്ട് മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക് ഈസ് നോട്ട് എ ലിറ്റററി വർക്ക്. അതിനകത്ത് സാഹിത്യ മികവില്ല. പക്ഷേ when it comes to copyright, we classify this as a literary work. Let me give the reasons also. കോപ്പിറൈറ്റ് നിലനിൽക്കുന്നത്, ലിറ്റററി വർക്ക് എന്നുള്ളതാണ് ഉപയോഗിക്കുന്ന വാക്കെങ്കിലും കോപ്പിറൈറ്റ് നിലനിൽക്കുന്നത് ഒരാളുടെ ഇന്റലക്ച്വൽ ലേബർ, ഒരാളുടെ ഐഡിയ, അതിനെ ബേസ് ചെയ്തിട്ട് അയാൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഒരു കണക്ക് പുസ്തകം എഴുതുമ്പോൾ, ഒരു മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്സ്റ്റ് ബുക്ക് എഴുതാൻ വേണ്ടി ഇന്റലക്ച്വൽ ലേബർ ഉണ്ടോ, ഐഡിയാസ് ആൻഡ് ഇന്റലക്ച്വൽ ലേബർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതുണ്ട്. ദ സെക്കൻഡ് ക്വസ്റ്റൻ ഈസ്, ഇത് പ്രിന്റ് ആൻഡ് പബ്ലിഷ് ചെയ്യുന്നതിന് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. സോ ഇന്റലക്ച്വൽ ലേബറും ഇൻവെസ്റ്റ്മെന്റും ഉണ്ടെങ്കിലും ലിറ്റററി ക്വാളിറ്റി ഇല്ലെങ്കിൽ പോലും, ലിറ്റററി ക്വാളിറ്റി എന്ന് നമ്മൾ സാധാരണ പറയാത്ത സംഭവം ആണെങ്കിൽ പോലും, യു വിൽ ക്ലാസിഫൈ ദിസ് ആസ് എ ലിറ്റററി വർക്ക് ആൻഡ് യു വിൽ ഗിവ് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ. ഇങ്ങനെയൊരു സെൻസിൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് ഇറ്റ് കംസ് ടു ലിറ്റററി വർക്ക്. ലിറ്റററി വർക്കിന് സാഹിത്യരചന എന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗ് വേണമെന്നില്ല, നിർബന്ധമില്ല. It could be anything wherein you put some labor, intellectual labor, and come out with based on investment. ആണെങ്കിൽ ലിറ്റററി വർക്കാണ്. ലിറ്റററി വർക്ക് അങ്ങനെയാണെങ്കിൽ എനിത്തിങ് ഇൻ പ്രിന്റ് ആൻഡ് റൈറ്റിംഗ്, പ്രിന്റിന്റെ ഫോമിലുള്ള റൈറ്റിംഗ് ഫോമിലുള്ള എന്തും ലിറ്റററി വർക്കാണ്. അപ്പൊ എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ബുക്ക് ഇസ് എ ലിറ്റററി വർക്ക്. എനി കൈൻഡ് ഓഫ് ബുക്ക്, നോവൽ, പോയം, ടെക്സ്റ്റ് ബുക്ക്, ലെറ്റേഴ്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ആൻസർ സ്ക്രിപ്റ്റ്സ്, abridgments, compilations, the list goes on and on. Not even a software. That's an important point. Even a software is a literary work. ഒരു സോഫ്റ്റ്വെയർ പോലും ഒരു ലിറ്റററി വർക്കാണ്. കാരണം സോഫ്റ്റ്വെയറിലും ഒരു ഭാഷയുണ്ട്, സോഫ്റ്റ്വെയറിലും വളരെയധികം കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട്. Even a software is considered as a literary work, and software or a computer program is eligible for copyright as an intellectual property. That might be a point of interest for you. Now, let's move to the next one in the list. Artistic work. Is this an artistic work? There is no doubt about it. An artistic. Artistic work in the കാര്യത്തിൽ നമ്മൾ സെയിം പോയിന്റ് ഇവിടെ കൊണ്ടുവരണം. ആർട്ടിസ്റ്റിക് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിക് ക്വാളിറ്റി ഉണ്ടാവണം നിർബന്ധമില്ല. ഇന്റലക്ച്വൽ ലേബർ ഉള്ള, ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഏത് സംഭവം ആർട്ടിസ്റ്റിക് വർക്ക് ആകാം, പ്രൊവൈഡഡ് ഇറ്റ് കംസ് ഇൻ ദ ലിസ്റ്റ്. പെയിന്റിംഗ്, സ്കൾപ്ചർ, ഡ്രോയിങ് ഒക്കെ ആകാം. ഡയഗ്രാം സാധാരണ നമ്മൾ ആർട്ടിസ്റ്റിക് ക്വാളിറ്റി നോക്കിയിട്ടല്ല ഡയഗ്രത്തിന് വാല്യൂ തീരുമാനിക്കുന്നത്. പക്ഷെ ഡയഗ്രവും ഒരു ഷാർട്ട് തുടങ്ങി പ്ലാൻ, എൻഗ്രേവിംഗ്, photograph, or anything of this sort, whether or not any such work possesses artistic quality. Artistic quality ഉണ്ടായെങ്കിലും ഈ ഒരു ലിസ്റ്റിനകത്ത് that will be copyright. There's intellectual labor behind it. There is investment behind it.
Let's move to the next, dramatic work. Dramatic work എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു നാടകം, ഈ രീതിയിലുള്ള നാടകമാണ് മനസ്സിൽ വരുന്നത്. നാടകം നമുക്ക് 2-3 രീതിയിൽ അതിന്റെ ഒരു എക്സ്പ്രഷൻസ് കാണാം. ഒരു പുസ്തകത്തിൽ എഴുതിയ രീതിയിലാകാം, അല്ലെങ്കിൽ ഈ വീഡിയോഗ്രാഫി ചെയ്തിരിക്കുന്ന ഒരു സംഭവമാകാം. ഈ 2 രീതിയിലൊക്കെയാണ് നമുക്ക് സാധാരണ നാടകങ്ങൾ കാണാം. സീൻ ബൈ സീൻ ആയിട്ടാണ് അതിന്റെ ഒരു അറേഞ്ച്മെന്റ് വരുന്നത്. നമ്മളിവിടെ ഒരു പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരു ഐറ്റം. ഇപ്പൊ സ്ക്രീനിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമതൊരു ഐറ്റവും കൂടി അവിടെ കാണാം. തിരക്കഥ എന്ന് നമ്മൾ പറയുന്ന, സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന, സിനിമയുമായി ബന്ധപ്പെട്ട, ഫിലിമുമായി ബന്ധപ്പെട്ട ഒരു ഐറ്റം. ഇതിലും നമുക്ക് സീൻ ബൈ സീൻ ആയിട്ട് സംഭാഷണങ്ങളുടെ രൂപത്തിൽ തന്നെയാണ് ഒരു തിരക്കഥ നമുക്ക് കാണാം. ഇങ്ങനെയുള്ള ഒരു തിരക്കഥയും ഡ്രമാറ്റിക് കോപ്പിറൈറ്റ്, ഡ്രമാറ്റിക് വർക്ക് ഓർ കോപ്പിറൈറ്റ്, to keep this in mind. Perhaps നമ്മുടെ കോളേജ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിൽ can claim it as a dramatic. Okay. Now, moving to the musical work. Musical work എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊരു സിനിമാ പാട്ടാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മളത് അമെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇവിടെ മ്യൂസിക്കൽ വർക്ക്, കോപ്പിറൈറ്റിന്റെ കാര്യത്തിൽ മ്യൂസിക്കൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്യുവർ മ്യൂസിക്കൽ സൗണ്ട് emanating from a musical instrument. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു എയർടെലിന്റെ മ്യൂസിക് നമ്മൾ മനസ്സിലേക്ക് എടുക്കുകയാണെങ്കിൽ, എയർടെലിന്റെ മ്യൂസിക്കിനകത്ത് നമ്മൾ എയർടെലിന്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ആരും പാട്ട് പാടുന്നില്ല, അതിനകത്ത് ആരുടെയും ലിറിക്സ്, ആരുടെയും വരികളിൽ. അപ്പൊ നമ്മൾ ഇവിടെ കാണുന്ന പറഞ്ഞാൽ ഇറ്റ്സ് എ പ്യുവർ മ്യൂസിക്, ഇറ്റ്സ് എ സൗണ്ട് എമനേറ്റിംഗ് ഫ്രം മ്യൂസിക് ഇൻസ്ട്രുമെന്റ്. ദാറ്റ് ഈസ് വാട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഫോർ ദ പർപ്പസ് ഓഫ് കോപ്പിറൈറ്റ് ലോ. പക്ഷേ നമ്മുടെ മ്യൂസിക് എന്ന് പറയുന്ന സൗണ്ട് റെക്കോർഡിംഗ്, അത് മ്യൂസിക്കൽ വർക്ക് എന്ന് പറയുന്ന സംഭവം നമ്മൾ സൗണ്ട് റെക്കോർഡിംഗ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ദിസ് കുഡ് വൺ ഓഫ് എക്സാമ്പിൾസ് ഫോർ ദിസ്. കിഷോർ കുമാറിന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ അതിനെ എഴുതിയിരിക്കുന്ന കുമാർ ആരുടെയും മ്യൂസിക് കോമ്പോസിഷൻ സത്യം പറയുകയാണെങ്കിൽ ഒരു കോമ്പോസിറ്റ് വർക്കാണ്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ഈ പുറകിലും ലാസ്റ്റ് ഐറ്റം ഇൻ ലിസ്റ്റ് സിനിമാറ്റോഗ്രാഫി ഫിലിമിന്റെ കാര്യത്തില് നമ്മളൊരു ഫിലിം എടുത്ത് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഫിലിമിനകത്ത് നമ്മൾ ലിറ്റററി വർക്കും ആർട്ടിസ്റ്റിക് വർക്കും ഡ്രാമാറ്റിക് വർക്കും മ്യൂസിക്കൽ വർക്കും സൗണ്ട് റെക്കോർഡിങ്ങും എല്ലാ ഐറ്റംസും കൂടിച്ചേരുന്ന എ കൈൻഡ് ഓഫ് മിക്സ്ചർ ഓഫ് കോപ്പി ഈസ് കോൾഡ് സിനിമാറ്റോഗ്രാഫി. ഇറ്റ്സ് എ കമ്പോസിറ്റ് വർക്ക്. ഇതെല്ലാം കമ്പൈൻ ചെയ്തിരിക്കുന്ന വർക്കാണ്. ഇതിനകത്ത് സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ് ഉണ്ട്, ആസ് യു നോ, lyrics and music ഉണ്ട്, acting ഉണ്ട്, videography, anything. All these are there. So all this put together, this mixture is called copyright mixture cinematography. That's also a copyrightable item. ഇങ്ങനെയുള്ള സംഭവം, ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയും ഈ ഒരു ഇൻഡസ്ട്രിയും കോപ്പിറൈറ്റ് നിയമത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിലനിൽക്കുന്നത്. Now ഒരു അഡീഷനും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഇഷ്ടം എന്ന് പറയുന്ന ഒരു സീരിയൽ കാണിക്കുന്ന ഒരു സീരിയൽ, അല്ലെങ്കിൽ കണ്ണിലും കിനാവ് എന്ന് പറയുന്ന ഒരു സീരിയൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സീരിയൽ, ഈ സീരിയലും സിനിമാറ്റോഗ്രാഫിലുമാണ്. കാരണം നമ്മൾ സിനിമാറ്റോഗ്രാഫിൽ ഫിലിമിൽ കാണുന്ന എല്ലാ ചേരുവകളും ഒരു സീരിയലിലും ഉള്ളതുകൊണ്ട് യു കോൾ ഇറ്റ് as cinematography film. So a film, a TV serial, a documentary, a TV advertisement, all these are cinematography film for the purpose of copyright law, and they will be entitled as copy. Keep this in mind. Now പലപ്പോഴും നമ്മളൊരു ഓദർ തന്നെ എപ്പോഴും ഓണർ ആയിക്കോണം നിർത്തുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ നമ്മളെ കോളേജിൽ തന്നെ ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ, അധ്യാപിക ഒരു കോളേജിന് വേണ്ടി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിന്റെ ഓണർഷിപ്പ്, കോപ്പിറൈറ്റ് ഓണർഷിപ്പ് വിൽ ബി ഫോർ ദ കോളേജ്. അങ്ങനെയാണ് എഗ്രിമെന്റ് എങ്കിൽ. പക്ഷെ അതിന്റെ ഓദർ ആണെന്ന് ചോദിച്ചാൽ ആൾ കൺസേൺ ടീച്ചർ ആയിരിക്കാം, ആ കൺസേൺ സാധിക്കാം. പക്ഷെ അതിന്റെ ഓണർഷിപ്പ് കോളേജിനായി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്കായിരിക്കും. അല്ലെങ്കിൽ ഇത് പലപ്പോഴും ഇത് വ്യത്യസ്തമായി വരുന്ന ജേർണലിസ്റ്റുകളുടെയും മറ്റു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അധികം മുന്നോട്ട് പോകുന്നില്ല. പലപ്പോഴും ഒരു തീസിസ്, മാഡം പറഞ്ഞ ഒരു തീസിസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തീസിസ് പലപ്പോഴും അത് ആ തീസിസിന്റെ കോപ്പിറൈറ്റ് യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ ആയിരിക്കാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. നൗ ഓദർ ആരാണെന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരു സാഹിത്യ രചനയുടെ കാര്യത്തിൽ നമ്മൾ രചയിതാവ് എന്ന് പറയുന്ന ഓദർ തന്നെയാണ് അതിന്റെ കോപ്പിറൈറ്റ്. ആൻഡ് മ്യൂസിക്കൽ വർക്കിന്റെ കാര്യത്തിൽ കമ്പോസർ ആണ്, ആർട്ടിസ്റ്റിക് വർക്കിന്റെ കാര്യത്തിൽ ആർട്ടിസ്റ്റ് ആണ്, ഫോട്ടോഗ്രാഫിന്റെ കാര്യത്തിൽ ഫോട്ടോഗ്രാഫി. ഇനിയുള്ളത് കുറച്ച് പ്രധാനമാണ്. ഫിലിം ആൻഡ് സൗണ്ട് റെക്കോർഡിംഗിന്റെ കാര്യത്തിൽ പ്ലീസ് നോട്ട് ഇറ്റ്. നമ്മൾ ലൂസിഫർ എന്ന് പറഞ്ഞൊരു ഫിലിമാണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നെങ്കിൽ ലൂസിഫറിന്റെ അതിന്റെ ഓഥർ ആൻഡ് ഓണർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്
സാർ ഇടയ്ക്ക് ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, അടുത്ത് സംസാരിച്ചാൽ should I slow it down? ലാസ്റ്റ് കുറച്ച് ഭാഗങ്ങളിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു, കേൾക്കുന്നില്ലായിരുന്നു. I was talking about കോപ്പിറൈറ്റിന്റെ ഓതർഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കോപ്പിറൈറ്റിന്റെ ഓതർഷിപ്പിൽ ലിറ്റററി വർക്ക് ആണെങ്കിൽ അതിന്റെ ഓതർ രചയിതാവ് എന്ന് നമ്മൾ പറയുന്ന ആള് തന്നെയാണ്. മ്യൂസിക്കൽ വർക്കിന്റെ കാര്യത്തിൽ കമ്പോസർ ആണ്. ആർട്ടിസ്റ്റിക് വർക്കിന്റെ കാര്യത്തിൽ ഇറ്റ് ഇസ് ആർട്ടിസ്റ്റ്. ഇൻ ദ കേസ് ഓഫ് ഫോട്ടോഗ്രാഫ്. ഇത് നമുക്ക് പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഫിലിമിന്റെയും സൗണ്ട് റെക്കോർഡിങ്ങിന്റെയും കാര്യത്തിലാണ്. ഇൻ ദ കേസ് ഓഫ് ഫിലിം ആൻഡ് സൗണ്ട് റെക്കോർഡിംഗ് ഇറ്റ് ഈസ് എ പ്രൊഡ്യൂസർ. അപ്പൊ ഞാൻ ഐ വാസ് ടേക്കിംഗ് അതിന്റെ സംവിധായകനും കഥ എഴുതിയ ആളൊന്നും അല്ല അതിന്റെ ഓഥറായിട്ട് വരുന്നത്. ഓഥറായിട്ട് വരുന്നത് അതിൽ പൈസ ചെലവാക്കിയിരിക്കുന്ന ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ആളാണെന്ന് ഒരു പോയിന്റ് ആയിരുന്നു ഞാൻ just trying to put across. And the case of computer generated work, the person who is using the computer is the person who is entitled for copyright. Author enna neyil വരുന്നത് അദ്ദേഹമാണ്. point. I think I'm audible now. Jiku sir? Yes. Yes sir. So let's move to this question. Same pattern il thaneyana നമ്മൾ കോപ്പിറൈറ്റിന്റെ കാലാവധി ഒരു വിഷയപ്പെട്ടിരിക്കുന്ന ലിറ്റററി, ഡ്രമാറ്റിക്, മ്യൂസിക്കൽ ഓർ ലൈഫ് ഓഫ് ദി ഓതർ പ്ലസ് 60 years. ഓതറിന്റെ ലൈഫ് ടൈം പ്ലസ് 60 years ആണ് ശരിക്കും കോപ്പിറൈറ്റിന്റെ കാലാവധി. എനിക്കൊരു ചെറിയ ചോദ്യം ചോദിക്കാവുന്ന, നിങ്ങൾ ഉത്തരം കൺസിഡർ ചെയ്തതാണ്. ഓഡിയൻസ് പ്ലീസ്, ഈ കോപ്പിറൈറ്റബിൾ ഇതിനിപ്പോ നിൽക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ദി ആൻസർ ഷുഡ് ബി സിമ്പിൾ. നമ്മൾ ഈ വർക്കാണ് അറിയാം, ആന്തോളത്തിൽ മരിച്ചു എന്ന് നമുക്കറിയാം. അത് ലൈഫ് 60 വർഷം കൂട്ടിക്കഴിഞ്ഞ് 2008 ഈ പുസ്തകത്തിന് കോപ്പിറൈറ്റ് ഇല്ലാതായെന്നും അതിനുശേഷം ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാമെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഏത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയാലും ലിമിറ്റഡ് കാലാവധിയുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആണെങ്കിൽ ആ പറയുന്ന കാലാവധി 20 വർഷമാണെങ്കിൽ 20 വർഷം, ലൈഫ് പ്ലസ് 60 years ആണ്. ലൈഫ് പ്ലസ് 60 years 15 years ആണ്. 15 years കഴിഞ്ഞാൽ അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഗോസ് ടു ദ പബ്ലിക് ഡൊമൈൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു സന്ദർഭം നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെയാണ് പെൻഗ്വിൻ ബുക്സ്, ഇത് ശരിക്കും നവജീവൻ പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ഗുജറാത്ത് എന്ന് പറയുന്ന പബ്ലിഷറാണ് ബുക്സും ഇപ്പോഴേത് പബ്ലിക്കേഷനിലൊക്കെ ഓഡിയോ ബ്രേക്ക് ആയി പോവാണ് സർ. Okay. Let me see. 1 second. I'll just take it. I think I am audible now. Am I? Yes sir. Yes sir. കേക്കാം. So ഇതാണ് ലൈഫ് ഓഫ് ദി ഓതർ പ്ലസ് 60 years. അപ്പൊ ഗാന്ധിയുടെ ആണ് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാവുന്നത്. ഗാന്ധിയുടെ മരണം നടന്നത് 1948 അതിനുശേഷമുള്ള 60 വർഷം കഴിഞ്ഞു 2008 മുതൽ 2009 മുതൽ ഇതിന് കോപ്പിറൈറ്റ് ഇല്ല. ഏത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പോലെ ഇറ്റ് ബിക്കംസ് എ കോമൺ തിങ്, എനിബഡി കൻ യൂസ് ഇറ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ DC ബുക്സ് പോലും, ഇത് DC ബുക്സ് എന്ന് പറയുന്ന പബ്ലിഷറും ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദർ ഇസ് നോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻ ദാറ്റ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തീർന്നില്ല. ആൻഡ് ദർ ഇസ് എ സെക്കൻഡ് റൂൾ. മറ്റൊരു റൂൾ കൂടി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. സെക്കൻഡ് റൂൾ ഇതാണ്: ഫോട്ടോഗ്രാഫ്, സിനിമാറ്റോഗ്രാഫ്, ഫിലിം, സൗണ്ട് റെക്കോർഡിംഗ്, ഗവൺമെന്റ് വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പബ്ലിഷ് ചെയ്ത വർഷം മുതൽ 60 വർഷമാണ് കോപ്പിറൈറ്റിന്റെ കാലാവധി. സോ 2 റൂളുകളുണ്ട്. ഇത് രണ്ടുമാണ് കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട റൂളുകൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് ടു യുവർ അറ്റൻഷൻ. ഇത് കോപ്പിറൈറ്റ് നിയമത്തിലെ ഒരു വകുപ്പാണ്, സെക്ഷൻ 63B എന്ന് പറയുന്ന വകുപ്പ്. ഇതിന്റെ ടൈറ്റിൽ മുഴുവനായിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം, ഇവിടെ വായിക്കേണ്ട കാര്യമില്ല. നോയിങ് യൂസ് ഓഫ് ഇൻഫ്രിഞ്ചിങ് കോപ്പി ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ടു ബി ആൻ ഒഫൻസ്. പറയുന്ന ഇതാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു പൈറേറ്റഡ് കോപ്പി ഓഫ് സോഫ്റ്റ്വെയർ, പൈറേറ്റഡ് കോപ്പി ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. അതായത് ഇവിടെ നമ്മൾ ആ ഒരു പൈറേറ്റഡ് കോപ്പി നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല, പൈറേറ്റഡ് കോപ്പി നമ്മൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇത് പൈറേറ്റഡ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതി. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾക്കിത് അറിയാം, ഇത് പൈറേറ്റഡ് ആണെന്ന് അറിയാമെങ്കിൽ ദാറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്, പ്ലീസ് നോട്ട് ഇറ്റ്. ആൻഡ് അതിന് കിട്ടുന്ന ശിക്ഷയാണ് ആ ചുവപ്പിൽ അവിടെ ഇട്ടിരിക്കുന്നത്. ഷാൽ നോട്ട് ബി ലെസ് ദാൻ 7 days, but it may extend to 3 years, and fine which shall not be less than 50,000 rupees, but which may extend to 2 lakhs. 2 ലക്ഷം വരെ തടവ്, പിന്നെ പിഴ കിട്ടാം, 3 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു സംഭവമാണ്. സോ ദിസ് ഇസ് സംതിങ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെയുള്ള ആരെങ്കിലും ഒരാളെങ്കിലും ക്രിമിനൽ അല്ലാതെ, ഈ സെക്ഷൻ പ്രകാരം ക്രിമിനൽ അല്ലാതെ ഏതെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും ഈ ക്രൈം ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ ഈ നിയമം പലപ്പോഴും അങ്ങോട്ട് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെ എൻഫോഴ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് നോട്ടബിൾ ആയിട്ടുള്ള കാര്യം. പക്ഷെ ഇതിനകത്ത് തന്നെ വരുന്ന ഒരു കാര്യം, ഈ സെക്ഷനിൽ തന്നെയുള്ള വരുന്നൊരു കാര്യം, നമ്മളിത് കൊമേഴ്ഷ്യലി ഉപയോഗിക്കുന്നില്ല. ഒരു റിസർച്ച് വർക്കിനാണ്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യത്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ നമ്മളെ വെറുതെ വിടാം എന്ന് കൂടി ഈ സെക്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം നമ്മളിൽ പലർക്കും ഈ പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കുന്നത്. But it's a serious thing. It could be a criminal offense. Please keep this in mind. With that, we complete our discussion on copyright. We have completed 4, and next 4 will be faster, and we'll be trying to complete it in maybe 15 minutes. So, integrated circuit is the next in the list. Semiconductor chip protection. ഇത് പ്രധാനമായിട്ടും പോയിന്റ് മാത്രം പറയാം. നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസിൽ ഉണ്ടാവുന്ന ഇന്നോവേഷൻസ് ആണ്. ഇവിടെയും 2 കാര്യങ്ങളുണ്ട്, ഇന്റലക്ച്വൽ ലേബർ ഓഫ് എ പേഴ്സൺ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ കമ്പനി ഓർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദി പേഴ്സൺ. അങ്ങനെയുള്ള സംഭവത്തിലാണ് ന്യൂ ആൻഡ് ഒറിജിനൽ ഇലക്ട്രോണിക് ഐറ്റംസ്. ഇതിന്റെ ലേ ഔട്ടിൽ ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ടാണ് നമുക്ക് കളർ TV ഉണ്ടാവുന്നത്. നമ്മുടെ ഇപ്പം ചിത്രത്തിൽ കാണാവുന്ന, അല്ലെങ്കിൽ ചിത്രത്തിൽ കാണാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാതരം ഇലക്ട്രോണിക് ഐറ്റംസും അതിന്റെ ഇന്നോവേഷൻസും നടക്കുന്നത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളും ഇന്നോവേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ്. And it is based on the intellectual labor of a person, and that is also intellectual property protected. Let's understand the details of that. New and original ആയിരിക്കണം. The requirement ആണ്. Registration compulsory ആണ്. There is a requirement. Registration compulsory. And duration of protection, ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ you get protection for 10 years. And the law dealing with semiconductor chip protection in India is a 2000 law. ഇന്ത്യയിലുള്ള നിയമമാണ് the Semiconductor Integrated Circuits Layout Design Act 2000. നമ്മൾ ഈ പോയിന്റ്സുകൾ ഇത്ര മാത്രം പറഞ്ഞു നിർത്തുന്നു, കാരണം ഇത് സെയിം പാറ്റേൺ ആണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഇനിയുള്ള എല്ലാ നിയമങ്ങളും ഓൾമോസ്റ്റ് സിമിലർ പാറ്റേണിൽ പോകുന്നു. ഡിഫറൻസ് വരുന്ന പോയിന്റ്സ് മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നു. ബിക്കോസ് ന്യൂ ആൻഡ് ഒറിജിനൽ ആയിരിക്കണം. രജിസ്ട്രേഷൻ ഇവിടെ കമ്പൽസറി ആണെങ്കിൽ കമ്പൽസറി, അല്ലെങ്കിൽ കമ്പൽസറി അല്ല എന്നുള്ള പോയിന്റ് മാത്രം നമ്മൾ പറയുന്നു. ഡ്യൂറേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഇവിടെ 10 വർഷമാണ്. പാറ്റന്റിന്റെ കാര്യത്തിൽ അത് 20 വർഷമാണ്. നിയമത്തിന്റെ പേര് the Semiconductor Integrated Circuit Layout Design Act 2000. So that's all about that's a brief about integrated circuit protection or semiconductor chip protection. We'll jump to the next in the list, that is plan variety. Plan variety with bandhabata, I have a picture on the screen. I hope the audience would identify the person on the screen. Gregor Mendel, ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും ഇതിന് ചെറിയൊരു എക്സാമ്പിളിലൂടെ എനിക്ക് പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഐ ക്യാൻ ടേക്ക് ഈസ് എ കോക്കനട്ട് ട്രീ. കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ വലിക്കാൻ ആൾക്കാരെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. Then that is a problem, and that is solved by intellectual property. Let me tell you how it is. പലപ്പോഴും തെങ്ങിന്റെ മുകളിലാണ് തേങ്ങ എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ മുകളിൽ കയറി പറിച്ചെടുക്കാൻ അത് വിഷമമാണ്. രണ്ടാമത്തെ പ്രശ്നം, സാധാരണ രീതിയിൽ ഒരു നാടൻ തെങ്ങിന്റെ വിത്തേനമാണെങ്കിൽ ഒരു 10 വർഷത്തോളം കഴിഞ്ഞാൽ മാത്രമേ കായ്ക്കുകയുള്ളൂ. ഇത് രണ്ടും പ്രശ്നമായിട്ടാണ് കാണുന്നത്. ഈ 2 പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് ഒരു കുള്ളൻ തെങ്ങ് എന്ന് പറയുന്ന ഡ്വാർഫ് കൈൻഡ് ഓഫ് കോക്കനട്ട് സീഡ്ലിംഗ്. അത് 3 വർഷം കൊണ്ട് കായ്ക്കും.
അതിന് ഹൈറ്റ് വളരെ കുറവാണ്. തേങ്ങ വലിക്കാൻ വിഷമോ എന്നുള്ള പ്രശ്നവും ഇത്രയും വർഷം കാത്തിരുന്നതിന് ശേഷം മാത്രമേ തേങ്ങ കിട്ടുള്ളൂ എന്നുള്ള, നാളികേരം കിട്ടുള്ളൂ എന്നുള്ള പ്രശ്നം അവിടെ സോൾവ് ചെയ്യും. This is done by a person who's sitting in the laboratory. ലബോറട്ടറിയിൽ ഇരിക്കുന്ന ഒരാളായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെ ഫീച്ചർ ആൻഡ് പെർഫോമൻസ്, ഇതിൽ രണ്ടിലും വ്യത്യാസം വരുത്തിയിരിക്കുക. നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു തെങ്ങിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്ലാന്റ് ഫീച്ചർ ആൻഡ് പ്ലാന്റ് പെർഫോമൻസ് അച്ചീവ് ചെയ്തിരിക്കുന്നു. So what you do is, what these people do is, they sit in the laboratory and make innovation, make manipulation. Apo technology in biology and also. Technology in biology. So you have a better plant feature and you have better performance. അത് ചെയ്യുന്ന രണ്ടു തരം ആൾക്കാരാണ് ബ്രീഡേഴ്സ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ഫാർമേഴ്സ്. ട്രഡീഷണൽ ടെക്നിക്സ് വെച്ചുകൊണ്ട് ഫാർമേഴ്സും ഇത് ചെയ്യാറുണ്ട്. സോ ഈ രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാർ, ട്രഡീഷണൽ ആയിട്ടുള്ള ഫാർമേഴ്സിനും ഇത് പിന്നെ ടെക്നിക്കൽ ആയിട്ട് ചെയ്യുന്ന ബ്രീഡേഴ്സിനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന, അവരുടെ ഇന്റലക്ച്വൽ ലേബർ റെക്കഗ്നൈസ് ചെയ്യുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഏരിയയാണ് പ്ലാന്റ് വെറൈറ്റി പ്രൊട്ടക്ഷൻ. അതിനകത്തും നമുക്ക് നിയമമുണ്ട്. സോ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് പ്ലാന്റ് ഫീച്ചേഴ്സ് ആൻഡ് പ്ലാന്റ് പെർഫോമൻസ്. നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്ന പ്ലാന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെർഹാപ്സ് യുവർ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് also will be entitled for some sort of protection. You as a breeder, as perhaps as a farmer. Now, moving on with this, ഇതിന്റെ ഫീച്ചേഴ്സ് ഇങ്ങനെയാണ്: നോവൽ, ഡിസ്റ്റിങ്ക്റ്റീവ്, യൂണിഫോം ആൻഡ് സ്റ്റേബിൾ. പുതുമയുള്ള, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലാന്റ് ആയിരിക്കരുത്, അതിന് വ്യത്യസ്തമായ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഡിസ്റ്റിങ്ക്റ്റീവ് ആയിരിക്കണം, അതെടുത്ത് മറ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. ആ ഫീച്ചർ യൂണിഫോം ആയിട്ട്, ഒരു നെല്ലിനോ ആണെങ്കിൽ ഒരേക്കറിൽ നെല്ല് വിതച്ചു കഴിഞ്ഞാൽ ആ ഒരേക്കറിലും ഒരേ യൂണിഫോം ആയിട്ട് അതിന്റെ ഫീച്ചർ കാണിക്കണം. ആൻഡ് സ്റ്റേബിൾ, ഇനിയും നെല്ല് വിതയ്ക്കുകയാണെങ്കിൽ എല്ലാ ഓരോ തവണയും സെയിം ഫീച്ചേഴ്സ് അത് കാണിച്ചു. സോ അങ്ങനെയാണെങ്കിൽ യു ആർ എൻടൈറ്റിൽഡ് ഫോർ പ്ലാന്റ് വെറൈറ്റി പ്രൊട്ടക്ഷൻ. ഇതിന്റെ ഡ്യൂറേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ 15 മുതൽ 18 വർഷം വരെയാണ്. പാറ്റന്റിന്റെ കാര്യത്തിൽ 20 വർഷം, മറ്റ് പിന്നെ ഡിസൈനിന്റെ കാര്യത്തിൽ 15 വർഷം, ഇവിടെ 15 മുതൽ 18 വർഷം വരെയാണ് പ്രൊട്ടക്ഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ നിയമം The Protection of Plant Varieties and Farmers' Right Act 2001. 2001 The Protection of Plant Varieties and Farmers' Right Act ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി in India. That's a brief about it. Let's move to the next. Now coming to geographical indication. Madam had made a mention of this. I would like to make some clarification also about it. Do you identify this picture? I hope. Yes, sir. Yes. Yeah, this is Aramula mirror, right? This is Yes, Aramula sir. mirror. Yeah. Thank you so much. And next one is Darjeeling tea. Next one is Mysore sandal soap. And next one is Scotch whiskey. I have a question to the audience. What is common in all these? Ms. Tess, would you mind answering that question? What is common in all these? ഇതിനകത്ത് കോമൺ ആയിട്ട് എന്താ ഉള്ളത്? If you look closely at this, you can see that Aramula is a place, Darjeeling is a place, Mysore is a place, and Scotland in England is also a place. So what you have is geographical names having commercial value. An ordinary mirror and Aramula mirror are different, and the market for that is also different. Similar is the case with Darjeeling tea. And ordinary tea and Darjeeling tea are different, and the market for that is also different. And people also say Scotch whiskey and ordinary whiskey are different. I do not quite, and I'm not very quite sure of it. So ultimately, what you get to see is geographical names indicating reputation or quality or both. അങ്ങനെയുള്ള സംഭവങ്ങളെയാണ് നമ്മൾ geographical indication or GI എന്ന് പറയുന്നത്. Let's look at the features of that. This is a group right. As Principal Madam was making a mention of that, as Elima Madam was making a mention of it, this is a group right. This is not available to a single person, as you see in the case of patent, etc. ഇവിടെ നമ്മൾ ആറന്മുള മിറർ മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാവർക്കും ആ അവകാശം. അതുപോലെ തന്നെ ദാറ്റ്സ് എ മാനുഫാക്ചർഡ് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്ന പ്രോഡക്റ്റ് ആവാം, നാച്ചുറൽ പ്രോഡക്റ്റ് ആവാം, ലൈക്ക് ഡാർജിലിംഗ് ടീ. ഡാർജിലിംഗ് ടീ ഗ്രോ ചെയ്യുന്ന എല്ലാവർക്കും ഈ റൈറ്റ് ഉണ്ട്. So it is a group right. That is a major point I would like to make a mention of. And it's a permanent right. Again, ഇതിനൊരു ടൈം ഡ്യൂറേഷൻ ഇല്ല. ട്രേഡ്മാർക്ക് പോലെയാണ്, എത്ര വർഷം വേണമെങ്കിലും നിലനിർത്തും. പാറ്റന്റിന്റെ കാര്യത്തിൽ 20 വർഷം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ടൈം ഡ്യൂറേഷൻ ഇവിടെ ഇല്ല. So it's a permanent right.
and it has got a geographical indication office in Chennai. There is only one office, unlike patent. Patent കാര്യത്തിലൊക്കെ 4 ഓഫീസുകളുണ്ട്. ഇവിടെ you have only geographical indication office in Chennai. And the law dealing with geographical indication is Geographical Indication Act, Geographical Indication Law 1999. With that, we complete our discussion on that, and we are jumping to the last one in the list. This is trade secret. Trade secret എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ മറ്റേതൊരു ഐറ്റവും പോലെയുള്ള ഒരു ഫോർമുലയോ ഒരു സയന്റിഫിക് മെത്തേഡോ അല്ലെങ്കിൽ കോപ്പിറൈറ്റിന്റെ കീഴിൽ വരുന്ന ഒരു ഇൻഫർമേഷനോ ഒക്കെ ആകാം. പക്ഷെ ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് എ സീക്രട്ട് തിങ്. ഒരു കമ്പനിയാണ് ഇത് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിക്ക്, അത് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് മാത്രമേ അത് അറിയൂ. ഇവിടെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എ കമ്പനി, എ കോമ്പറ്റിംഗ് പേഴ്സൺ ഓർ എ കോമ്പറ്റിംഗ് കമ്പനി which is competing with this in the market is not able to offer the same quality or the same taste or same product as this. ഇതേ ഒരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് മറ്റൊരു കമ്പനിക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്നതാണ്. The best example I can share with the audience is Coca-Cola. Coca-Cola company 1886. Please note the year. It is almost 1.5 century. 136 വർഷമായി, 137 വർഷമായി, 1834 അത്രയും വർഷമായി. 1886 ഉണ്ടാക്കിയിരിക്കുന്ന കൊക്കക്കോളയുടെ ഫോർമുല മേ ബി അതിന്റെ കോമ്പറ്റീറ്റർ പെപ്സിക്കോ മറ്റേതൊരു കമ്പനിക്കോ അതിന്റെ കൊക്കക്കോള ഫോർമുല ഇതുവരെയും അറിയില്ല. അത് അറിയുന്നത് ഇതിന്റെ കമ്പനി ഒഫീഷ്യൽസ് ആയിട്ടുള്ള 2 ആൾക്കാർക്ക് മാത്രമാണ്. സോ ഈ ഒരു ഫോർമുല അറിയാത്തത് കൊണ്ട് തന്നെ ഈ ഫോർമുല ഒരു ട്രേഡ് സീക്രട്ട് ആയിട്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ട്രേഡ് സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് a competitor is not able to offer the same quality as Coca-Cola offers. That's a point I would like to share with the audience. Now, ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ നോക്കാവുന്നത് ഒരു ഫോർമുല സയന്റിഫിക് ഫോർമുല ആകാം. It could be an algorithm, something related to computer. It could be technical know-how. It could be data compilation or data compilation agam. It could be business strategies. It could be financial information. It could be personal records. It could be information about research and development. ഇതുപോലെ നമ്മളിപ്പോൾ ലിസ്റ്റിനകത്ത് സ്ക്രീനിൽ കാണാവുന്ന രീതിയിലുള്ള ഏത് തരം ഇൻഫർമേഷൻ, ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, ഇതെല്ലാത്ത ഇൻഫർമേഷനും ആകാം. ഇങ്ങനെയുള്ള ഏതൊരു ഇൻഫർമേഷനും ഒരു കമ്പനി അല്ലെങ്കിൽ ഒരാൾ സ്വന്തം എഫേർട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, അത് സീക്രട്ട് ആയിട്ട് അയാൾ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനിക്ക് അല്ലെങ്കിൽ അയാൾക്ക് ഇതൊരു ട്രേഡ് സീക്രട്ട് ആയിട്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിക്കാൻ സാധ്യമാണ്. Now, moving further, and we are going to one or two last slides. It's a permanent right. ഒരു പെർമനന്റ് റൈറ്റ് ആണ്. അതിന് ഒരു പ്രത്യേക കാലാവധി ഇല്ല. അതും സംബന്ധിച്ച് ഇന്ത്യയിൽ ഒരു പ്രത്യേക നിയമമില്ല എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇന്ത്യയിൽ ഇപ്പോഴും ഇതിന്റെ കോൺട്രാക്ടിനെ ബേസ് ചെയ്തിട്ട്, കോൺട്രാക്ട്സിനെയും എഗ്രിമെന്റ്സിനെയും ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് സീക്രട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് all the 8 items of intellectual property. Let us just have a look at the route we took or the list we had a look at. So intellectual property എന്ന് പറയുമ്പോൾ ആ സെയിം ലിസ്റ്റ് ഒന്ന് നോക്കാം. The items in the list are patent. Patent എന്ന് പറയുമ്പോൾ ഇൻവെൻഷൻ ആണെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. Trademark, it's a kind of brand. Goodwill ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റം. ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ എസ്തെറ്റിക് ഡിസൈൻസ് ആണ് അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്. അതാണ് അതിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. കോപ്പിറൈറ്റിന്റെ കാര്യത്തിൽ ആർട്ടിസ്റ്റിക് ആൻഡ് ലിറ്റററി വർക്കാണ് അവിടെ പ്രധാനമായിട്ടും പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്. അതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. Then semiconductor chip protection, അവിടെ ഇലക്ട്രോണിക് ഐറ്റംസ് ആണ്, ഇലക്ട്രോണിക് ഇന്നോവേഷൻസ് ആണ് വരുന്നത്. പ്ലാന്റ് വെറൈറ്റിയുടെ കാര്യത്തിൽ ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ആണ് വരുന്നത്. Geographical indication, Arambula Kannadi and other things are best examples for that. And trade secret, Coca-Cola could be the best example. Secret tied with intellectual property. So these are the items we discussed, and that's all from my side. And if you have an example to if you have any doubt to clarify, you can definitely do that. I think Jiku sir, we have some time for that, right? Or if you want to clarify that over email, my email address is Wellman@lawyer.com. So that's all from my side. Thank you so much for the invitation. I think if you have anything to interact, I am available for that. Either you can ask me directly or you can put that in the chat box. Sir? Thank you, sir. Audience,
Yes, Tess. Okay. ഒരു ആർട്ട് ആണേലും സയൻസ് ആണേലും ഒരു ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ആരെങ്കിലും തെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ മാൽ പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്താൽ അതിന്റെ യഥാർത്ഥ ഓണർക്ക് എങ്ങനെ കേസ് കൊടുക്കാം? ആ കേസ് കൊടുക്കുന്നതിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്? ഓക്കെ, കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേസ് പലതരമുണ്ട്. ഞാൻ കേസുകളെ കുറിച്ചൊന്നും അധികം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പ്രസന്റേഷനിൽ പറഞ്ഞില്ല. നമുക്ക് 1 മണിക്കൂറത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നതുകൊണ്ട് കേസ് സാധാരണ 2 രീതിയിലാണ്. ഇപ്പൊ നമ്മളൊരു കോപ്പിറൈറ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കോപ്പിറൈറ്റിൽ നമുക്ക് സിവിൽ കേസോ ക്രിമിനൽ കേസോ കൊടുക്കാം. മറിച്ച് പാറ്റന്റ് ആണെങ്കിൽ പാറ്റന്റ് അകത്ത് സിവിൽ കേസ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ട്രേഡ് മാർക്കിനകത്ത് സിവിൽ കേസോ ക്രിമിനൽ കേസോ കൊടുക്കും. അങ്ങനെ കേസുകൾ പലവിധമുണ്ട്. സാധാരണ രീതിയിൽ നമുക്ക് 2 തരത്തിലാണ് കേസും കൊടുക്കാനുള്ള സാധ്യതയുണ്ട്, ക്രിമിനൽ കേസും സിവിൽ കേസും. ഇത് ഓരോന്നിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇനിയിപ്പോ എത്ര വ്യത്യാസങ്ങൾ വന്നാലും ഈ 2 തരം കേസുകളാണ് സാധാരണ ഇതിൽ. ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. സാധാരണ ഇതിൽ ക്രിമിനൽ കേസോ സിവിൽ കേസോ ആണ് കൊടുക്കാവുന്നത്. സിവിൽ കേസ് ആണെങ്കിൽ നമ്മളത് നേരിട്ട് കോടതിയിൽ കൊടുക്കുന്നു. ക്രിമിനൽ കേസ് ആണെങ്കിൽ നമുക്ക് പോലീസിൽ പെറ്റീഷൻ കൊടുത്ത് പോലീസ് വഴി ക്രിമിനൽ കേസ് നമുക്ക് ലോഡ്ജ് ചെയ്യാവുന്നു. ആ രീതിയിലാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സിവിൽ കേസ് ആണെങ്കിൽ നമുക്ക് നഷ്ടം വന്നത് നികത്തി കിട്ടാൻ, നമുക്ക് ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ നഷ്ടം, നമ്മുടെ കോപ്പിറൈറ്റ് നമുക്ക് കിട്ടേണ്ടത്, നമ്മുടെ ഒരു എഡിഷൻ 5000 പുസ്തകം വിറ്റിട്ട് നമുക്കൊരു 5 ലക്ഷം രൂപ ലാഭം കിട്ടേണ്ടിയിരുന്നു. ടെസ്റ്റ് ഒരു പുസ്തകം എഴുതും. അതിന് പകരം മറ്റൊരാള് ആ പുസ്തകങ്ങൾ 5000 പുസ്തകങ്ങൾ ടെസ്റ്റിന്റെ പെർമിഷൻ അത് വിൽക്കുകയും അതിന്റെ ലാഭം അയാൾ എടുക്കുകയും ചെയ്യും. 5 ലക്ഷത്തിന് നഷ്ടം. അപ്പൊ അങ്ങനെ അയാള് ടെസ്റ്റിന്റെ ആ ഒരു വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓഡിയോ കേൾക്കത്തില്ല. നിന്നുണ്ടായ നഷ്ടം നികത്തി കിട്ടാൻ, പരിഹാരം, കോമ്പൻസേഷൻ കിട്ടാനാണ് നമ്മൾ സിവിൽ കേസ് കൊടുക്കുന്നത്. മറിച്ച് ക്രിമിനൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഗുണം ഉണ്ടായിന്ന് വരില്ല. മറിച്ച് നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ആരാണോ ആ തെറ്റ് ചെയ്തിരിക്കുന്നത്, ഈ 50 കോപ്പി വിറ്റ് ടെസ്റ്റിന് കിട്ടേണ്ട കാശ് കൊണ്ടുപോയ ആളെ ജയിലിൽ കിടത്തി ശിക്ഷിക്കാൻ, ടെസ്റ്റിന് ചിലപ്പോൾ ഒരു ഗുണം ഉണ്ടായിന്ന് വരും, ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിമിനൽ കേസ് ഉപയോഗിക്കുന്നത്. അപ്പൊ സിവിൽ കേസിന്റെയും ക്രിമിനൽ കേസിന്റെ വ്യത്യാസം ഇതാണ്. സിവിൽ കേസ് ആണെങ്കിൽ യു ഗെറ്റ് ദ ബെനിഫിറ്റ്, കോമ്പൻസേഷൻ. ക്രിമിനൽ കേസ് ആണെങ്കിൽ ആള് ഉള്ളിൽ കിടക്കും. ഇത് രണ്ടും ഒന്നിച്ച് കൊടുക്കാവുന്നതാണ്. അത് അല്ലെങ്കിൽ ഒന്ന് മാത്രം കൊടുക്കണമെങ്കിൽ ഒന്ന് മാത്രം കൊടുക്കാം, രണ്ടും കൊടുക്കണമെങ്കിൽ രണ്ടും കൊടുക്കാം. ഇങ്ങനെയാണ് അതിന്റെ സാധാരണ പ്രൊസീജിയർ. സിവിൽ കേസ് ആണെങ്കിൽ കോടതിയിൽ കൊടുക്കാം, ക്രിമിനൽ കേസ് ആണെങ്കിൽ പോലീസ് വഴിയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഐ തിങ്ക് ഐ മേഡ് ദാറ്റ് ക്ലിയർ. താങ്ക് യു സർ. സാർ ഒരു പേറ്റന്റ് എടുക്കാൻ വരുന്ന എക്സ്പെൻസിനെ പറ്റി ഒന്ന് പറയാമോ? പാറ്റന്റ് എടുക്കാവുന്ന എക്സ്പെൻസ്, പാറ്റന്റിൽ പ്രധാനമായിട്ടും നമ്മൾ പാറ്റന്റ് ഞാൻ പറഞ്ഞിരുന്ന പോലെ രജിസ്ട്രേഷൻ കമ്പൽസറി ആണ് പാറ്റന്റ് കിട്ടാൻ. നമ്മള് ആണെങ്കിൽ ഇവിടെ ചെന്നൈ ഓഫീസിലാണ് ഫയൽ ചെയ്യേണ്ടി വരുന്നത്. ഒരു 4 വർഷത്തോളമൊക്കെ സമയം എടുത്തേക്കാം ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ. കമ്മിങ് ടു എക്സ്പെൻസ്, നമ്മൾ അവിടെ പാറ്റന്റ് ഓഫീസിൽ കൊടുക്കേണ്ട എക്സ്പെൻസ് വളരെ തുച്ഛമാണ്. ചെറിയ എമൗണ്ട് മാത്രമേ ഉള്ളൂ. അത് ഒരു പാറ്റന്റ് റൂൾസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസ്, IPO, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസ് എന്ന് പറഞ്ഞാൽ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ഡേറ്റ എന്തൊക്കെ കിട്ടും. 4000 രൂപ 5000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് നമുക്ക് അവിടെ പേ ചെയ്യുന്നത്. പക്ഷെ പാറ്റന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 എക്സ്പെൻസുകൾ വരുന്നുണ്ട്. അത് നമ്മൾ പാറ്റന്റ് ഓഫീസിൽ കൊടുക്കുന്ന എക്സ്പെൻസ് അല്ല, പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് അത് ചെയ്യേണ്ടി വരും. സാധാരണ കമ്പനികളൊക്കെ അത് ചെയ്യുന്നതാണ്. 2 കാര്യം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പാറ്റന്റ് എടുക്കണമെങ്കിൽ ഒരു സ്പെസിഫിക്കേഷൻ ഫയൽ ചെയ്യും. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷന്റെ കൂടെ ഫയൽ ചെയ്യുന്ന നമ്മുടെ ഇൻവെൻഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ലീഗൽ റിക്വയർമെന്റ്സും ടെക്നിക്കൽ റിക്വയർമെന്റ്സും കംപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എഴുതുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റിന് നമ്മൾ സ്പെസിഫിക്കേഷൻ എന്ന് പറയും, ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ. ആ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അതാണ് നമ്മൾ ആപ്ലിക്കേഷൻ ആയിട്ട് കൊടുക്കുന്നത്, ആപ്ലിക്കേഷൻ കൂടെ കൊടുക്കും. ആ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, സാധാരണ വിഷമമുള്ള ഒരു കാര്യം. അത് നമ്മൾ പ്രൊഫഷണലി ചെയ്യുമ്പോൾ ആ പ്രൊഫഷണൽ ഫീസ് നൽകുന്ന എമൗണ്ട് പെർഹാപ്സ് ഭയങ്കര നല്ല ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഡോളേഴ്സിലൊക്കെയാണ് അത് തോന്നുന്നത്. അതൊന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാറ്റന്റ് സെർച്ച് എന്ന് പറയും. പാറ്റന്റ് സെർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പാറ്റന്റ് ക്ലെയിം ചെയ്യുന്ന കണ്ടുപിടുത്തം ആക്ച്വലി പുതിയതാണോ അല്ലയോ എന്ന് നമ്മൾ നോക്കും. ശരിക്കും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, പാറ്റന്റ് ഓഫീസ് അത് നോക്കിക്കൊള്ളും. പക്ഷെ സാധാരണ രീതിയിൽ കമ്പനികൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ കമ്പനികൾ തുടക്കത്തിൽ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പാറ്റന്റ് സെർച്ച്, ഓരോ സ്റ്റേജിലും പാറ്റന്റ് സെർച്ച് ഒക്കെ ചെയ്തതിനു ശേഷം മാത്രമേ ഇവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുമായിട്ട് മുന്നോട്ട് പോയിട്ട് ഒരു പ്രോഡക്റ്റുമായിട്ട് വരുള്ളൂ. മേ ബി അവർ 100 കോടി രൂപ ചെലവാക്കുമ്പോൾ 50 കോടി രൂപ ചെലവാക്കുമ്പോൾ അവസാനം ലാസ്റ്റ് സ്റ്റേജിൽ ഇത് ആരോ മുൻകൂട്ടി ഉപയോഗിക്കുന്നതാണെന്ന് അറിയുന്നതിൽ ഒരു സെൻസ് ഇല്ല. അത്രയും കോടി രൂപ ആരും നഷ്ടപ്പെടുത്തില്ല. അതുകൊണ്ട് തന്നെ പാറ്റന്റ് സെർച്ചും ചെയ്യും.
അപ്പൊ ഈ സ്പെസിഫിക്കേഷൻ ഡ്രാഫ്റ്റിംഗും പാറ്റേൺ സെർച്ചും രണ്ടും പ്രൊഫഷണലി ചെയ്യേണ്ട കാര്യമാണ്. ഇത് രണ്ടും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ പാറ്റന്റ് ഓഫീസിൽ കൊടുക്കുന്ന കാശ് വലിയ കാശൊന്നും വരുന്നില്ലെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന എമൗണ്ട് ചിലപ്പോൾ ലാക്സിലേക്ക് പോയേക്കാവുന്ന എമൗണ്ട് ആണ് സ്പെസിഫിക്കേഷൻ ഡ്രാഫ്റ്റിങ്ങിനും ഈ പറയുന്ന പാറ്റേൺ സെർച്ചിനും എടുക്കുക. പക്ഷേ നമ്മളിപ്പം ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ആയിട്ടുള്ള അധ്യാപിക ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ അവർക്കത് ഫ്രീ ആയിട്ട് ചെയ്ത് കിട്ടാവുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് പല സ്ഥലങ്ങളിലുണ്ട്, കേരളത്തിനകത്തും ഉണ്ട്. അത് കേരളത്തില് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു കൻ ടേക്ക് ഇറ്റ് ഡൗൺ ഓൾസോ ഓർ ഗൂഗിൾ ഇറ്റ്. പാറ്റന്റ് ഇൻഫർമേഷൻ സെന്റർ PIC എന്ന് പറയും. ടീച്ചേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. PIC എന്ന് പറയും, പാറ്റന്റ് ഇൻഫർമേഷൻ സെന്റർ. അത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രിവാൻഡ്രത്താണ്. അവിടെ ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവിടെ പാറ്റന്റ് സെർച്ചും പാറ്റന്റിന്റെ സ്പെസിഫിക്കേഷൻ ഡ്രാഫ്റ്റിങ്ങും ഫ്രീ ഓഫ് കോസ്റ്റ് ഗവൺമെന്റിന്റെ സയന്റിസ്റ്റുകൾ ചെയ്തു കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി. അപ്പോ അതിന്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഫഷണലി ചെയ്യണം, വളരെ എക്സ്പെൻസീവ് ആണ്. ഗവൺമെന്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പെൻസ് ഇല്ലാതെ വളരെ ചെറിയ എക്സ്പെൻസിലും പാറ്റന്റ് ചെയ്യാം. ഒരു 4 വർഷം കൊണ്ടാണ് പാറ്റന്റ്, ഏകദേശം ഒരു 3 to 4 years പാറ്റന്റ് എടുക്കാൻ സാധാരണ രീതിയിൽ സമയം എടുക്കാം. That's my response, Mr. Sajin. Thank you for the question. Thank you, sir. Do you have any other question? Anybody? Otherwise, we will wait. ഇനി ആർക്കും സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കാം. Or you can email me. My email address is on the screen. Wellman@lawyer. ഓക്കെ, എങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വാട്ടർ സയൻസിന് വേണ്ടി സെക്കൻഡ് ഇയർ BSc ബോട്ടണി വർഷയെ ക്ഷണിക്കുന്നു. Good morning all. Our first IEDC program of the academic year 21-22 has come to a successful end. IEDC, in association with IQAC and Thomas College, Ranni, conducted this webinar on intellectual property rights. I am Varsha M. The duty entrusted upon me is to deliver a vote of thanks to each and everyone who helped to make this program a success. First of all, I would like to thank Principal of our college, Dr. Eliama Kuruvula ma'am, for the inaugural address. Thank you, ma'am. Next, Dr. Wellman sir spent his valuable time for us today. First, remark to his name, Dr. Wellman, now through his speech. Sir, let me wish to know, is your name after your passion or profession, or passion after your name? Name was my signpost for my life and profession. Anyway, that sounds good. We extend our hearty gratitude towards you, sir. Next, I would like to thank Ranni ma'am for delivering felicitation. Thank you, ma'am. Next, I would like to convey my gratitude to our nodal officer, Jiku sir, our one and only CEO, Mr. Bilton Varghese, and our IEDC core committee. The success of this program is actively participate. Last but not least, thank each and everyone who participates, students, teachers, and teammates. They are a success. Once again, thank you all. Thank you, sir. Thank you so much. Thank you so much for the nicest of words. Thank you, Jiku sir and Raki madam, for the invitation, and principal, everyone. I think with your permission, I can leave the meeting. Yes, sir. Thank you, sir. Thank you so much. Thank you. Thank you, sir. Thank you so much, sir. Thank you so much. It is my privilege to be talking to you all. Thank you so much.